So, എൻ്റെ ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിലെ സെഷൻ 1 മണിക്കൂറാണ് സാർ പറഞ്ഞിരിക്കുന്നത്. 1 മണിക്കൂറാകുമ്പോൾ എന്നൊന്ന് സിഗ്നൽ ചെയ്യണം. 1 മണിക്കൂറായിരുന്നു കേട്ടോ. പറയുന്നതിനിടയ്ക്ക് ഐ മേ നോട്ട് നോട്ടീസ് ദാറ്റ്. എന്നോടൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന വിഷയം adolescence in the era of AI. AI stands for ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതെല്ലാവർക്കും അറിയാം. ഇപ്പൊ AI അറിയാത്തവരാരും ഇല്ല. AI BI എന്നൊക്കെ പറഞ്ഞപ്പോ ഇടയ്ക്കിടയ്ക്ക് നെറ്റിൽ എന്ത് ഓപ്പൺ ചെയ്താലും AI will come into play അല്ലേ? അപ്പൊ ഈ കാലഘട്ടത്തിലുള്ള അഡോൾസൻസ് എന്ന് പറഞ്ഞാൽ യുവത്വത്തിലേക്കുള്ള വളർച്ച. ദാറ്റ് ഇസ് അഡോൾസൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ യുവർ ഓൾ ടീനേജേഴ്സ് മോസ്റ്റ്ലി. ഇതിൽ MBAക്ക് അഡ്മിഷന് ചേർന്നവർ MCAക്ക് ചേർന്നവരുണ്ടാവും. ബാക്കി എല്ലാവരും ടീനേജേഴ്സ് ആയിരിക്കും മിക്കവാറും. MBA ചെയ്തവർ ടീനേജ് കഴിഞ്ഞിട്ടുണ്ടാവും. MBA MCA സ്റ്റുഡൻസ് എത്ര പേരുണ്ട് ഇതിലൊന്ന്? അതായത് PG ചെയ്യാൻ ജോയിൻ ചെയ്തവർ ആരുമില്ലേ? PG മാത്രമേ ഉള്ളതില്ല. PG കാൻഡിഡേറ്റ്സ് ആരുമില്ലേ? ഇല്ല. അവർക്ക് ഓറിയന്റേഷൻ മാറുകയാണല്ലേ? ഓക്കെ, then no problem. So 95+% of you will be in the age group below 20. Am I right? 20 വയസ്സ് ക്രോസ് ചെയ്യുന്നവരേക്ക് we call with a funny term. എന്താണത്? Teenagers. Teenage starts at what age? At the age of 13. 13 വയസ്സിലാണ് ടീനേജ് തുടങ്ങുന്നത്. മഹാത്മാഗാന്ധി കല്യാണം കഴിച്ച പ്രായമാണത്. You must be aware. So at that time teenage was a very responsible age. And it ends at 19 and you cross 20, you are supposed to be a youth. അതിലേക്ക് നിങ്ങളെ കുട്ടികളായിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത്. 20 വയസ്സ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളെ യൂത്ത് ആയിട്ട് കണക്കാക്കും. പണ്ടത്തെ ഡെഫിനിഷൻ അനുസരിച്ച് യൂത്ത് അപ് ടു 35 ഇയേഴ്സ് ആയിരുന്നു. ഇപ്പോഴത്തെ ഡെഫിനിഷൻ മാറി. ഇപ്പോഴത്തെ ഡെഫിനിഷൻ യൂത്ത് അപ് ടു 65 ഇയേഴ്സ് ആണ്. ബിക്കോസ് ദ ഹെൽത്ത് കെയർ ഹാസ് ഗോൺ അപ്പ്. അപ്പൊ ഞാനിപ്പോ യൂത്ത് ആണ് കേട്ടോ. വി ബിലോങ് ടു ഓൾമോസ്റ്റ് ക്രോസ് ബൈ കാറ്റഗറി. ഐ എം 60+ ബട്ട് സ്റ്റിൽ യൂത്ത്. ആം ഐ റൈറ്റ്? ആണ്. അത് പുതിയ ഡെഫിനിഷനാണ്. ഇപ്പൊ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് 85 മുകളിലാണ്. ബിക്കോസ് ദ ലൈഫ് എക്സ്പെക്ടൻസി ഹാസ് ഇൻക്രീസ്ഡ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആവറേജ് ലൈഫ് സ്പാൻ 33 വയസ്സായിരുന്നു. 1947 ആവറേജ് ലൈഫ് സ്പാൻ ഇൻ ഇന്ത്യ വാസ് 33 ഇയേഴ്സ്. കേരളത്തിൽ അതിനടുത്ത് തന്നെയായിരുന്നു. ഇപ്പൊ കേരളത്തിലെ ആവറേജ് ലൈഫ് സ്പാൻ എത്രയാണെന്നറിയോ? 74+ ഇയേഴ്സ്. 74 വയസ്സിന് മേലെയാണ് ഇപ്പൊ ശരാശരി ജീവിതകാലം. സോ പീപ്പിൾ ലിവ് മോർ. So you are in the second stage of your growth. First stage childhood ആണ്. Second stage teenage ആണ്. The third stage comes youth. പഴയ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിലൊക്കെ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നൊക്കെ പല സ്റ്റേജ് പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടുണ്ടാവും. അതിന് ഇക്വലന്റ് ആയിട്ട് അവരുടെ ഫിസിക്കൽ കണ്ടീഷനിൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം എന്നൊക്കെ പല സ്റ്റേജ് അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ പൂന്താനത്തിന്റെ കവിത കേട്ടിട്ടുണ്ടാവും. ഓരോ കാലഘട്ടത്തിലും വരുന്ന മാറ്റങ്ങളെ കുറിച്ച്. ഇനി സംസ്കൃതത്തിലെ വളരെ പ്രശസ്തമായ ശങ്കരാചാര്യരുടെ കൃതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബാലസ്താവൽ ക്രീഡാസക്ത, തരുണസ്താവൽ തരുണീസക്ത, വൃത്തസ്താവൽ ചിന്താസക്ത. എന്താ എന്റെ മീനിങ്? ബാലസ്താവൽ 13 വയസ്സ് വരെ ക്രീഡാസക്ത, കളിക്കാനുള്ള പ്രായമാണ്. ഓടി നടന്ന് കളിക്കുക, കൂട്ടുകാരോടൊത്ത് കളിക്കുക. തരുണസ്താവൽ തരുണീസക്ത, അത് ഇത്ര ജെൻഡർ ഇക്വിറ്റി ഇല്ലാന്ന് തോന്നുന്നു. തരുണസ്താവൽ തരുണീസക്ത എന്ന് പറഞ്ഞാൽ യൗവനകാലത്ത് സ്ത്രീകളോട് ആഭിമുഖ്യം തോന്നുക. അത് പുരുഷന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തിരിച്ചു ആകാം. വൃത്തസ്താവൽ ചിന്താസക്ത, വൃത്തനായി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ചിന്തിക്കാൻ ഒരുപാടുണ്ടാവും. പഴയ ജീവിതകാലം മൊത്തം ഉണ്ടാവില്ലേ ചിന്തിക്കാൻ. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല. അപ്പൊ ഇത് ഓരോ ഏജിൽ വരുന്ന മാറ്റങ്ങളാണ്. അഡോൾസൻസ് ഏജിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ ഏജ് വളരെ കോംപ്ലക്സ് ഏജാണ്. അതുകൊണ്ട് ടീൻ ഏജിലുള്ള ഗ്രൂപ്പ്സിനെ പൊതുവെ നമ്മൾ പറയാറ്
എ കളക്ഷൻ ഓഫ് ബോംബ്സ് എന്നാണ് പറയാറ്. ബോംബുകളുടെ ഒരു കളക്ഷനാണ്. എന്താ കാര്യം? നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഹോർമോൺ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്ന കാലം ഈ പീരീഡാണ്. 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ഈ പ്രായത്തിലാണ് നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഹോർമോൺസ് ഉണ്ടാകുന്നത്. ഈ ഹോർമോൺസ് ഡേഞ്ചറസ് ആണ്. ഓരോ ഹോർമോണിനും ഓരോ തരത്തിലാണ്. പോസിറ്റീവ് ഹോർമോൺസ് ഉണ്ട്, നെഗറ്റീവ് ഹോർമോൺസും ഉണ്ട്. ഇപ്പൊ ബേസിക് ആയിട്ട് നമുക്ക് ജെൻഡർ ബേസ്ഡ് ഹോർമോൺ തന്നെയുണ്ട്. മനസ്സിലായില്ലേ? മെയിൽ ഹോർമോൺ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയും, ഫീമെയിൽ ഹോർമോൺ ഈസ്ട്രോജൻ എന്ന് പറയും. അത് ജനറ്റിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള ഹോർമോണാണ്. ഇത് കൂടാതെ കണ്ടീഷണൽ ഹോർമോൺസ് ഉണ്ട്. അതായത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പൊ നിങ്ങൾ പെട്ടെന്നൊന്ന് പേടിച്ചു, അപ്പൊ നിങ്ങളുടെ ബോഡിയിൽ എന്തുണ്ടാവും? അഡ്രിനാലിൻ ഉണ്ടാവും. അഡ്രിനാലിൻ എന്ന് പറയുന്നത് ഫിയർ, ത്രെറ്റ്, ഇതൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണാണ്. അഡ്രിനാലിൻ ഇസ് എ നെഗറ്റീവ് ഹോർമോൺ. അഡ്രിനാലിൻ വന്നു കഴിഞ്ഞാൽ ഒന്നിൽ പേടി വരും, അല്ലെങ്കിൽ ദേഷ്യം വരും. നിങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ യു ഗെറ്റ് ഇൻ ടു മാരീഡ് ലൈഫ്, കുടുംബസ്ഥരൊക്കെ ആയി മാറും. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടാത്ത ഒരു കുടുംബവും ലോകത്തുണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ പേരൻസ് വഴക്കിടുന്ന കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളെ കാണിക്കാൻ അവർ വഴക്കിടുന്നില്ല എന്നേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. വഴക്കുണ്ടാകും നാച്ചുറലായിട്ട്. അപ്പോൾ ഒരാളിന് ഹോർമോൺ വരും. എന്ത് ഹോർമോണാണ് വരും? മോസ്റ്റ്ലി അഡ്രിനാലിൻ ആൻഡ് കോർട്ടിസോൾ. ദേഷ്യം വരുമ്പോണ്ടാകുന്ന ഹോർമോൺ അഡ്രിനാലിനാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എല്ലാവരും മൊബൈൽ സൈലന്റ് ആക്കി വെച്ചോളൂ കേട്ടോ. ഇഷ്ടമല്ല, എന്റെ മൊബൈൽ ഞാൻ സൈലന്റ് ആക്കിയിട്ടില്ല, വന്നാൽ അപ്പൊ സൈലന്റ് ആക്കിക്കൊള്ളാം, ഡസന്റ് മാറ്റർ. അപ്പൊ നിങ്ങളുടെ ബോഡിയിൽ ഹോർമോൺ ഉണ്ടാവുമ്പോ പിന്നെ ദേഷ്യം വരും. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, ക്രോധാൽ ഭവതി സമോഹ, സമോഹാൽ സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ, ബുദ്ധിനാശാൽ പ്രണശ്യതി. എന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. കോപം ഉണ്ടായി കഴിഞ്ഞാൽ മനസ്സിന്റെ സമതലത്തിൽ സമോഹം, സമോഹാൽ സ്മൃതി വിഭ്രമ. സമോഹം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മശക്തിയും വിവേകശക്തിയും ഇല്ലാതാവും. സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശം. സ്മൃതി, ആ ഓർമ്മശക്തി ഇല്ലാതായി കഴിയുമ്പോൾ നിങ്ങളുടെ സാമാന്യ ബുദ്ധി ഇല്ലാതാവും. ബുദ്ധിനാശാൽ പ്രണശ്യതി. അങ്ങനെ ബുദ്ധി ഇല്ലാതായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സർവനാശം. ഇതിനൊക്കെ തുടക്കം എവിടെയാ? ക്രോധം. സർവനാശത്തിന്റെ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മരുഭൂമികൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ ആനന്ദിന്റെ ഒരു പ്രശസ്തമായ നോവലുണ്ട്. അതിൽ ഇങ്ങനെയുള്ള ചിന്തകളെ കുറിച്ച് വളരെ ആഴത്തിൽ അപഗ്രഥിച്ചിട്ടുണ്ട്. നമ്മൾ വായിക്കുന്ന ശീലം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ? അടുത്ത കാലത്ത് ഒരു നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരിയൽ വരികയുണ്ടായി, അഡോൾസെൻസ്. കണ്ട ആരെങ്കിലും ഉണ്ടോ? അവിടെ കൈ പൊക്കൂ. 1, 2, 3. ഇറ്റ്സ് വെരി എപ്പോ മേക്കിംഗ് സീരിയൽ. ഭയങ്കര ചർച്ച, ഇന്റർനാഷണൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ച വന്ന ഒരു നോവലാണ്. അതിന്റെ സ്റ്റോറി എന്താന്ന് ആർക്കെങ്കിലും അറിയോ? എന്താ അതിന്റെ സ്റ്റോറി എന്ന് പറയും? വാട്ട്സ് യുവർ നെയിം? ഹിബ. ഹിബ അതിന്റെ സ്റ്റോറി ഔട്ട്ലൈൻ എന്ന് പറയും. യെസ്, ഷീസ് റൈറ്റ്. ഹിബയ്ക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഓർമ്മയുണ്ടോന്ന് അറിയാൻ ചെക്ക് ചെയ്തതാ. അതൊരു 13 വയസ്സുള്ള ഒരു കുട്ടി അവന്റെ ഫ്രണ്ടിനെ കൊല്ലുന്നു. എന്റെ സ്കൂൾ ഫ്രണ്ടിനെ കൊല്ലുന്നു. ഈ കൊല്ലുന്ന ആർക്കും അറിയില്ല. അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് സ്വയം മരിക്കുന്നതാണെന്നാണ്. പക്ഷേ അത് ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുന്നു. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഒരു ഓഫീസർ, പോലീസ് ഓഫീസർ, ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലായത് ഇതൊരു കൊലപാതകം തന്നെയാണ്. 13 വയസ്സുള്ള ഒരു കുട്ടിയാണ് കൊലപാതകം ചെയ്തത്, സ്കൂൾ ബോയ്. മരിക്കുന്നതോ അവന്റെ ബാച്ചിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇൻവെസ്റ്റിഗേഷൻ കുറെ പ്രോഗ്രസ് ചെയ്തപ്പോ ഈ ഇൻവെസ്റ്റിഗേറ്ററുടെ മോൻ അച്ഛനെടുത്ത് ചോദിക്കുന്നു, അച്ഛാ എന്തിനാണ് അവൻ അവളെ കൊന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ എന്റെ റീസൺസ് അന്വേഷിച്ചുകൊണ്ട് നടക്കുക. അപ്പൊ ഈ മകന് ഇവര് തമ്മിലുള്ള മെസ്സേജസ് ഒക്കെ ഓപ്പൺ ആയിട്ടില്ല. ഇറ്റ് ഈസ് ഓപ്പൺ ടു പബ്ലിക്. ഈ മകൻ ഈ മെസ്സേജസ് ഒക്കെ വായിച്ചതിന് ശേഷം പറയുകയാണ്, അച്ഛാ അവൻ അവളെ കൊന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സൈബർ ബുള്ളിങ്. മനസ്സിലായോ? എന്താ ഈ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങളൊക്കെ ഒരുപാട് ഇമോജീസ് ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഈ ഇമോജീസിന്റെ ഒക്കെ അർത്ഥം അറിയുമോ നിങ്ങൾക്ക്? നിങ്ങൾ ഉപയോഗിക്കുന്ന പണ്ടൊക്കെ ഈ ലവ് സിമ്പിളുള്ള ഇമോജീസ് ഇടുമ്പോൾ ഞാൻ ഇത്ര അസ്വസ്ഥനാവുന്നത്. ഈ കുട്ടികൾ എന്തിനാ ഇങ്ങനെ ഇടുന്നത്? ലവിന്റെ സിമ്പിൾ അല്ലേ ആ ഇമോജി? ഇപ്പൊ നിങ്ങൾ വളരെ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ കിസിന്റെ ഇമോജി,
പണ്ടൊക്കെ ഇത് ആദ്യം കിട്ടുമ്പോൾ ഐ വാസ് ജസ്റ്റ് ഇറിറ്റേറ്റഡ്, വൈ പീപ്പിൾ ആർ യൂസിങ് ദിസ് മച്ച്. പക്ഷെ ഇപ്പൊ ഇറിറ്റേറ്റഡ് ആകാറില്ല. എന്താണെന്നറിയാം? ഇറ്റ് ഹാസ് ബിക്കം എ ഫാഷൻ. ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് ഇടുന്നത്. സോ ഇറ്റ് ഹാസ് ബിക്കം എ ഫാഷൻ. പക്ഷേ ഹിഡൻ മീനിങ് ഉള്ള ഒരുപാട് ഇമോജീസ് ഉണ്ട്. ഈ പയ്യൻ അവന്റെ അച്ഛൻ ഇൻവെസ്റ്റിഗേറ്ററോട് പറഞ്ഞു കൊടുക്കുന്നത്, അച്ഛ ആ ഇമോജീസിന്റെ ഒക്കെ മീനിങ് ഒന്ന് പഠിക്കാൻ പറഞ്ഞു. ആ മീനിങ് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ചില ഡാർക്ക് കോഡഡ് ഇമോജീസ് അതിലുണ്ട്. ഡാർക്ക് കോഡഡ് ഇമോജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യുന്നവനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാനും അവനെ ഡിസപ്പോയിന്റ് ചെയ്യാനും പറ്റുന്ന ചില ഇമോജീസ് അതിലുണ്ട്. ആൻഡ് ദിസ് ബോയ് ഗോട്ട് ഡിസപ്പോയിന്റ്മെന്റ്. നെറ്റ്ഫ്ലിക്സിൽ അത് ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല, മേ ബി അവൈലബിൾ. നേരത്തെ അത് വളരെ പോപ്പുലർ ആയിരുന്നു. ഈ ഇമോജീസ് ഈ കുട്ടിയെ വല്ലാതെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തു. An ordinary boy has been converted into a culprit. ഒരു സാധാരണ 13 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു കൊലപാതകമാക്കി മാറ്റിയത് മെസ്സേജസിൽ കൂടി അവര് കിട്ടിയിരിക്കുന്ന ഇമോജീസ് ആണ്. അതിൽ ഡാർക്ക് ഇമോജീസ് ഉണ്ട്. നോർമലി നിങ്ങൾ ഉപയോഗിക്കാത്ത ചില ഇമോജീസ് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള, അപ്പൊ അതിന്റെ മീനിങ് അറിയുന്നവർക്ക് ഇറിറ്റേറ്റഡ് ആവും. അങ്ങനെയാണ് ഈ കുട്ടി, ഇവനതിന്റെ മീനിങ് മനസ്സിലായി. അവസാനം അവൻ ആ പെൺകുട്ടിയെ കൊന്നത് അവനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ കൊലപാതകം ചെയ്യാൻ സോഷ്യൽ മീഡിയക്ക് കഴിവുണ്ടെന്നുള്ള ഈ സീരിയലിൽ കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വേൾഡ് മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ടാണ് ക്രോധം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും എന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്നറിയാമോ? ഈ ടീനേജിലുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണ്? എന്താ പേര്? ഷിഫ. ഷിഫയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറയൂ. ഉപദേശം. പഠിച്ചു പറഞ്ഞേ. നൗലിന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താ? യെസ്, 99.99% ഓഫ് ദി ചിൽഡ്രൻ ഓൾ ഓവർ ദി വേൾഡ് ഡോണ്ട് ലൈക്ക് അഡ്വൈസ്. ഇത് ടെസ്റ്റഡ് ആണ്. ഇവർ രണ്ടുപേരോട് ചോദിച്ചപ്പോൾ തന്നെയല്ലേ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം ഏതാണ്? ഉപദേശം. അത് ഉപദേശിക്കുന്ന അച്ഛനായാലും അമ്മയായാലും വാപ്പയായാലും ഉമ്മയായാലും സാറായാലും ടീച്ചറായാലും പ്രിൻസിപ്പൽ ആയാലും ഡയറക്ടർ ആയാലും ഉപദേശം നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളും ആരെയും ഉപദേശിക്കാൻ പോരുത്. എനിക്കൊരു ഭാഗ്യം ഉണ്ടായി, എന്റെ പേരൻസ് എന്നെ ഒരിക്കലും ഉപദേശിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ ഗുണമുണ്ടായെന്നറിയാമോ? എന്റെ മക്കളെ ഞാൻ ഒരിക്കലും ഉപദേശിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെയൊക്കെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒക്കെ പറയും, പക്ഷെ നിങ്ങളൊന്നും ഉപദേശിക്കില്ല. കാരണം ഇപ്പൊ മനസ്സിലായില്ലേ? ഇത്രയും പേരോടെ ചോദിച്ചാലും, നിങ്ങൾ അതിന്റെ 600 പേര് ഇവിടെ 600 മേലുണ്ടാവും. ഇത്രയും പേരോടെ ചോദിച്ചാലും എല്ലാവരും പറയാൻ പോകുന്ന ഉത്തരം ഇത് തന്നെ, എനിക്ക് ഉപദേശം ഇഷ്ടമല്ല. പിന്നെ എന്തിനാ ഉപദേശിക്കുന്നത്? എന്നാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? ഉപദേശം. അപ്പൊ 13 വയസ്സുകാരന്റെ ഹോർമോൺ നിങ്ങളിൽ റിയാക്ട് ചെയ്താൽ എന്ത് പറ്റും? ഇവരൊക്കെ തട്ടിക്കളയാതെ അല്ലേ? റൈറ്റ്? നമുക്ക് ഇഷ്ടമല്ല ഉപദേശം, പക്ഷെ തന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഇതാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നമുക്ക് ആവശ്യമില്ല അത്. നിങ്ങൾ വിചാരിക്കും അവരുടെ ധാരണ എന്താണ്? മുതിർന്ന തലമുറയുടെ ധാരണ ഈ കുട്ടികളൊക്കെ മണ്ടന്മാരാണെന്നാണ്. നോ, ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. നിങ്ങൾ എന്നേക്കാൾ ബുദ്ധിമാന്മാരുണ്ട്. ബിക്കോസ് യു ബിലോങ് ടു ദ ന്യൂ ജനറേഷൻ. നിങ്ങൾ ജെൻസെഡ് ജനറേഷൻ, ജെൻസെഡ് അല്ലെ ജെൻസി എന്നൊക്കെ പറയും. കഴിഞ്ഞ 95-ന് ശേഷം ജനിച്ചവരെ മൊത്തത്തിൽ ജെൻസെഡ് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ജെൻ എ, ജെൻ ബി, ജെൻസെഡ്, ജെൻസി, അങ്ങനെ പല ജെൻ ഡെൽറ്റ, ഗാമ ഒക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ജനറേഷൻസ് പലതായിട്ട് ഡിഫൈൻ ചെയ്യാറുണ്ട്. ഇൻ ജനറൽ നിങ്ങളൊക്കെ ജെൻസെഡ് ജനറേഷനിലാണ് വരുന്നത്. ജെൻസെഡിന് തന്നെയാണ് ജെൻസി എന്ന്. അത് എളുപ്പത്തിന് വേണ്ടി സെഡിനെ സി എന്ന് പറയുന്നത്, അല്ലാതെ സി അല്ല, ആൽഫബറ്റ് സി അല്ല, ജെൻസെഡ്. നിങ്ങളൊക്കെ ജെൻസെഡ് ജനറേഷനിൽപ്പെട്ടവരാണ്. നിങ്ങളുടെ കാര്യം പോട്ടെ. എന്റെ കാലത്ത് തന്നെ കുട്ടികൾക്ക് ഉപദേശം ഇഷ്ടമല്ല, പിന്നെ നിങ്ങളുടെ കാലത്ത്. Even in my own generation, ഞാൻ പറഞ്ഞില്ല, I was so happy that nobody advised me. എന്റെ വീട്ടുകാരെന്നെ ഉപദേശിച്ചിട്ടില്ല, അതിനപ്പുറത്ത് ആരുടെ ഉപദേശം കേട്ടിട്ടില്ല. ഉപദേശം കേട്ട് വളർന്നാൽ യു കനോട്ട് ഗ്രോ സ്ട്രെയിറ്റ്. നിങ്ങളൊരു കാര്യം നോക്കൂ, ഒരു ചെടി നേരെ ഇങ്ങനെ വളർന്നു, ഒരു തെങ്ങ് നേരെ ഇങ്ങനെ വളർന്നു വരിക. ഈ ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ പിടിച്ച് സൈഡിൽ കെട്ടലാണ്, അല്ലേ? പണ്ടൊക്കെ തെങ്ങിനെ കമ്പി വലിച്ചു കെട്ടുമായിരുന്നു. ഇങ്ങനെ പോകുന്നൊരു തെങ്ങിനെ ഇവിടെ ഒരു വീടിന്റെ റൂഫ് ഉണ്ടെങ്കിൽ അത് തട്ടാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വലിച്ചു കെട്ടും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? തെങ്ങ് ഇങ്ങനെ വളർന്നു പോകുന്നത് അങ്ങ് ഇങ്ങനെ വളർന്നു പോകും. അതാണ് ഉപദേശത്തിന്റെ ഇഫക്റ്റ്. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ബാലൻസ് ചെയ്യാം. പക്ഷെ പറഞ്ഞ ആളുകൾ കേൾക്കില്ല.
ഉപദേശത്തെ ബാൻ ചെയ്ത് പറഞ്ഞാൽ സീനിയേഴ്സ് ആരെങ്കിലും കേൾക്കുമോ? നിങ്ങളോട് നിങ്ങളുടെ പേരൻസ് കേൾക്കുമോ? നിങ്ങളുടെ ടീച്ചേഴ്സ് കേൾക്കുമോ? എന്താ കുഴപ്പം? അതിലൊരു ബേസിക് ഫിലോസഫി ഉണ്ട്, ഷെയറിങ് ഓഫ് സഫറിങ് എന്ന് പറയും. എന്നുവെച്ചാൽ എന്റെ ചെറുപ്പകാലത്ത് ഞാനിത് അനുഭവിച്ചു, നിങ്ങളും ഇത്ര അനുഭവിച്ചോ? അതാണ് എന്റെ ഫിലോസഫി. ഉപദേശിച്ച് നമുക്ക് ആരെയും നന്നാക്കാൻ പറ്റില്ല. പക്ഷേ ഉപദേശത്തിന് അപ്പുറമായിട്ടൊരു ഫാക്ടർ ഉണ്ട്. യു ഓൾ ഹാവ് കോമൺ സെൻസ്. നിങ്ങൾക്ക് എല്ലാം സെൻസ് ഉണ്ട് കേട്ടോ. കോമൺ സെൻസ് ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒരിക്കൽ സംഭാഷണത്തിനിടയ്ക്ക് എൻ്റെ അച്ഛനൊരു ഹൈസ്കൂൾ അധ്യാപകനായിട്ട് ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹം വായിച്ചറിവുള്ള മനുഷ്യനായിരുന്നുകൊണ്ടാണ് ഞാനൊരിക്കൽ ഈ ഇന്റലിജൻസിനെ കുറിച്ച് അദ്ദേഹത്തോട് ഒരു സംശയം ചോദിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇംഗ്ലീഷൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കും. പക്ഷെ ഇംഗ്ലീഷ് സംസാരത്തിൽ ആ തലമുറ കുറച്ച് മോശമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ എനിക്ക് അദ്ദേഹത്തിനും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരിക്കൽ ഞാൻ ചോദിച്ചു, ഈ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൂ ഇസ് ഇന്റലിജന്റ്? നിങ്ങൾ ആരാണ് ഇന്റലിജന്റ്? എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, യു ക്യാൻ റെക്കോർഡ് ഇൻ യുവർ മൈൻഡ്. ഞാൻ അന്ന് റെക്കോർഡ് ചെയ്ത് ഇപ്പോഴും മറക്കാറില്ല. ഇഫ് യു ആർ നോട്ട് ഇംബസൈൽ, യു ആർ ഇന്റലിജന്റ്. ഇതാണ് അദ്ദേഹം എനിക്കെന്ന ഡെഫിനേഷൻ. ഇഫ് യു ആർ നോട്ട് ആൻ ഇംബസൈൽ, യു ആർ ഇന്റലിജന്റ് എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ? നിങ്ങളൊരു മന്ദബുദ്ധി അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമാനാണ്. മന്ദബുദ്ധികൾക്ക് ആർക്കും ഒരു എഞ്ചിനീയറിംഗ് അഡ്മിഷനോ BBA അഡ്മിഷനോ വാങ്ങിയെടുക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ 12ാം ക്ലാസ് പാസ്സായിട്ട് ഇവിടെ വന്നിരിക്കും. മന്ദബുദ്ധികൾക്കൊന്നും 12ാം ക്ലാസ് പാസ്സാക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമല്ലോ, മന്ദബുദ്ധികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം എന്താണ്? മന്ദബുദ്ധി അല്ലെങ്കിൽ നിങ്ങളൊരു ബുദ്ധിമതിയാണ്. പിന്നെന്തിനാ സംശയം? എന്നെ ഇത്രയും കാലം ഗൈഡ് ചെയ്തൊരു പ്രിൻസിപ്പിൾ അതാണ്. എന്താ പ്രിൻസിപ്പിൾ? The principle is that you are intelligent, believe in yourself. You are all intelligent, believe in yourself. അങ്ങനെ സ്വയം നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ കഴിഞ്ഞാൽ യു ആർ ഇന്റലിജന്റ്. മനസ്സിലാകുന്നില്ലേ? ആരുടെ അഡ്വൈസ് ഒന്നും കേൾക്കണ്ട, നിങ്ങൾക്ക് സ്വയം തോന്നണം ഐ ആം ഇന്റലിജന്റ്. പക്ഷെ എത്ര പേർക്ക് അങ്ങനെ തോന്നും? പല കുട്ടികളും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സർ എനിക്ക് മാർക്ക് വാങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ടോപ്പർ ആകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സപ്ലിമെന്ററി പേപ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നു? ബിക്കോസ് വി ആർ നോട്ട് റിയലൈസിങ് അവർ ഇന്റലിജൻസ്. അതുകൊണ്ടാണ്. ഇപ്പൊ രാമായണത്തിലൊരു കഥയുണ്ട്, നിങ്ങൾക്കറിയാം. കടല് ചാടിക്കടന്നു വേണം ഹനുമാന് ലങ്കയിലെത്താൻ, സീതയെ കാണാൻ പോകാൻ. ചെറിയ ദൂരമൊന്നുമല്ല. രാമായണത്തിലത് വലിയ ദൂരമായിട്ടാണ് പറയുന്നത്, പക്ഷെ അത്രയും ദൂരമൊന്നുമില്ല. ഏതാണ്ട് 30 കിലോമീറ്ററിനകത്തുള്ള ദൂരമേ ഉള്ളൂ ശരിക്കും. പക്ഷെ അത് ചാടിക്കടന്നു, ഒരു ചാട്ടത്തിൽ കടന്നു വേണം പോകാനെന്നാണ്. അപ്പൊ എങ്ങനെ പോവും? അപ്പൊ എല്ലാവരും ചിന്തിക്കുകയാണ്, ഹനുമാൻ എങ്ങനെ ഈ കടൽ ചാടിക്കടന്നു പോകും? അപ്പൊ ജാംബവാൻ എല്ലാവരോടും ഉപദേശിച്ചു, ഹനുമാൻ ഒരു പ്രത്യേകതയുണ്ട്. ഹനുമാനെ പുകഴ്ത്തി കഴിഞ്ഞാൽ ഹനുമാൻ എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ഹിസ് ജെനറ്റിക് സ്കിൽ. ഹനുമാനെ പുകഴ്ത്തിയാൽ മതി, നിനക്കത് പറ്റും എന്ന് പറഞ്ഞ് പുകഴ്ത്തിയാൽ മതി. അങ്ങനെ ചെയ്താൽ ഹനുമാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എന്ത് ചെയ്തു? ഹനുമാൻ വാനരപ്പടയുടെ നായകനല്ലേ, സുഗ്രീവന്റെ കൂട്ടാളിയാണ്. അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് ഹനുമാനെ പുകഴ്ത്തി. ഹനുമാൻ വിചാരിച്ചാൽ ലോകത്തെ കീഴടക്കാൻ, ഹനുമാൻ വിചാരിച്ചാൽ ലങ്കയിലെത്താൻ പണിയൊന്നുമില്ല. ഇത് കേട്ടപ്പോഴത്തേക്ക് ഹനുമാൻ ഭയങ്കര ശക്തനായി ചാടി അപ്പുറത്തെത്തിയെന്നാണ്. ഇതിനാണ് പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് സൈക്കോളജി പറയും. ദിസ് ഈസ് കോൾഡ് പോസിറ്റീവ് സ്ട്രോക്ക്. ഈ പോസിറ്റീവ് സ്ട്രോക്കിനെ കുറിച്ച് നെപ്പോളിയൻ ഹിൽ എന്ന് പറഞ്ഞൊരു ഓഥറുണ്ട്. അദ്ദേഹം ഒരുപാട് 30 ജില്ലയിൽ പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? നെപ്പോളിയൻ ഹില്ലിന്റെ ഏതെങ്കിലും ബുക്ക്? ഇല്ല. നെപ്പോളിയൻ ഹില്ല് അമേരിക്കൻ പ്രസിഡന്റുമാരെയും ലോക നേതാക്കളെയൊക്കെ പരിശീലിപ്പിക്കുന്ന ആളായിരുന്നു. വലിയ ബിസിനസ്സുകാരനുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇതായിരുന്നു കൂടുതൽ ഇഷ്ടം. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വളരെ വളരെ സ്വാധീനിച്ചിട്ടുള്ള മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റ പുസ്തകങ്ങളാണ്. ഇനി എവിടെയെങ്കിലും നെപ്പോളിയൻ ഹില്ലിന്റെ ഏതെങ്കിലും പുസ്തകം കാണുമ്പോൾ നിങ്ങൾ വായിക്കാൻ നോക്കുക. വായനാശീലമുള്ളവർ എത്ര പേരുണ്ട് ഇതിൽ? ബുക്ക് വായിക്കുന്നവർ എത്ര പേരുണ്ട്? ഇത് കൈവെക്കൂ. പുസ്തകങ്ങൾ വായിക്കാൻ, അതായത് ടെക്സ്റ്റ് ബുക്ക് ഒഴിച്ച് ബാക്കിയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നവരത് കൈവെക്കും എന്ന് അറിയാൻ വേണ്ടി എനിക്ക് ധൈര്യമായിട്ട് കൈവെക്കിക്കുള്ളൂ. ആരും മറ്റുള്ളവർ നോക്കണ്ട. ഞാൻ അതല്ലേ പറഞ്ഞേ, നോട്ട് വറി അബൌട്ട് വാട്ട് അതേഴ്സ് ഫീൽ. ഓക്കെ, കുറവാണല്ലേ? എനിക്ക് ബുദ്ധിമുട്ടില്ല, വിഷമം തോന്നില്ല. എന്താണെന്നറിയാമോ? ഞാൻ ടീച്ചേഴ്സിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ, ഇവിടുത്തെ ടീച്ചേഴ്സ് അല്ല, വേറൊരു ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ 30 ടീച്ചേഴ്സിനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമായിരുന്നു. നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട പുസ്തകങ്ങൾ ഒഴിച്ച് വേറെ എന്തെങ്കിലും വായിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് കൈവെക്കാൻ പറഞ്ഞപ്പോൾ ഒരു ടീച്ചർ മാത്രമാണ് കൈവെക്കിയത്. സോ യു ഡോണ്ട് വറി, എന്താ യു ആർ ബെറ്റർ ദാൻ ദാറ്റ്. എന്നിട്ട് ഒരു കൈവെക്കില്ല, പക്ഷെ അത് മാസ് കൂടുതലാണെന്ന് മാത്രം. അപ്പൊ നെപ്പോളിയൻ ഹിൽ എന്ന് പറയുന്നത്, നെപ്പോളിയൻ ഹില്ലിന്റെ ബുക്സിൽ അദ്ദേഹം പറയുന്നത് സെയിം ഫിലോസഫി ക്യാൻ അപ്ലൈ ടു ഹ്യൂമൻ ബീയിങ്സ്. നിങ്ങൾക്ക്
ഒരു കാര്യം കഴിയില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വിശ്വസിപ്പിച്ചാൽ മതി. ഐ ക്യാൻ ഡു ഇറ്റ്. ഹനുമാനെ എല്ലാവരും കൂടി വിശ്വസിപ്പിച്ച പോലെ എക്സ്റ്റേണലി കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. ഒരാൾ നിങ്ങളോട് പറയാണ് യു ആർ വെരി ഇന്റലിജന്റ്, യു ആർ വെരി കേപ്പബിൾ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. അങ്ങനെ പറയാനാരും ഇല്ലെങ്കിൽ ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഒരാളും എന്നോട് അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് തന്നിട്ടില്ല. ഇറ്റ് ഇസ് മൈ എക്സ്പീരിയൻസ്. ഒരാൾ എന്നോട് പോസിറ്റീവ് സ്ട്രോക്ക് തന്നിട്ടില്ല. കാരണം ഈ വില്ലേജ് ഏരിയയിൽ വളർന്നു, അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോയി പഠിച്ചു, അവിടെ ആരും നീ മിടുക്കനാണെന്ന് പറയാൻ ആരും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്താ ചെയ്യാ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നെപ്പോളിയൻ ഹില്ലിന്റെ ബുക്ക് വായിച്ചത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ സ്വയം തീരുമാനിച്ചു ഞാൻ മിടുക്കനാണെന്ന്. അല്ല കുഴപ്പമുണ്ടോ? അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്തുകൂടെ? യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ സ്ട്രോക്ക് ഫ്രം അതേഴ്സ്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് സെൽഫ് സ്ട്രോക്കിംഗ്. നമ്മൾ തന്നെ തീരുമാനിക്കുക, ഐ എം ഗുഡ് അറ്റ്, ഐ എം കേപ്പബിൾ, ഐ എം ഇന്റലിജന്റ്. ഇതിനാണ് സെൽഫ് സ്ട്രോക്കിംഗ് എന്ന് പറയുന്നത്. അത് നമ്മുടെ പൊട്ടൻഷ്യലിന്, അതുകൊണ്ട് ഉപദേശം കൊണ്ട് നമുക്ക് നന്നാകാൻ പറ്റില്ല. ബട്ട് ബൈ സെൽഫ് സ്ട്രോക്കിംഗ് വി ക്യാൻ ചേഞ്ച്. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പരാജയങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗീവ് സെൽഫ് സ്ട്രോക്കിംഗ്. പരാജയത്തിൽ തോറ്റു കൊടുക്കുന്നവരെ ഈ ലോകത്തിന് ആവശ്യമില്ല. പരാജയത്തെ ഫേസ് ചെയ്യുന്നവരാണ്. ഈ ഡിഫീറ്റിന് ഒരുപാട് റിയാക്ഷൻ മെക്കാനിസംസ് ഉണ്ട്. മനസ്സിന്റെ ഡിഫീറ്റ് റിയാക്ഷൻ മെക്കാനിസം, റെസ്പോൺസ് മെക്കാനിസം പലതാണ്. അതില് ഒരു കൂട്ടർ മാത്രമേ ജയിക്കുള്ളൂ. ഡിഫീറ്റിനെ ഓവർകം ചെയ്യാൻ, ഡിഫീറ്റിനെ എക്സ്ക്യൂസ് ഒന്നും കണ്ടുപിടിക്കണ്ട. നമ്മുടെ ഒരു കുഴപ്പം അതാണ്. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങി എന്ന് പറയും. പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ആ ടീച്ചർ ശരിയല്ലായിരുന്നു, ഞാൻ വായിച്ച ടെക്സ്റ്റ് ബുക്ക് ശരിയല്ലായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരുന്നു. ഇതിനൊക്കെ വല്ല അർത്ഥമുണ്ടോ? വാട്ട് ഇസ് ദ റിയാലിറ്റി? പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞ എന്താ റിയാലിറ്റി? മോളുടെ പേരെന്താ? ശിവനന്ദക്ക് പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞാൽ വാട്ട് ഇസ് ദ റിയാലിറ്റി? പഠിച്ചിട്ടില്ല. ദാറ്റ്സ് ദ റിയാലിറ്റി. അതിനെ കവറപ്പ് ചെയ്യാൻ നമ്മളെന്തിനാ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയാൽ നിങ്ങൾ ഈ പറഞ്ഞ ഡിഫീറ്റ് മെക്കാനിസംസ് ഒക്കെ പുറത്തെടുക്കും. അമ്മ ചോദിക്കുമ്പോൾ പറയും ക്വസ്റ്റ്യൻ ടഫായിരുന്നു, അല്ലെങ്കിൽ ടീച്ചർ ആള് ശരിയല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് സുഖമില്ലായിരുന്നു. അത് വേറൊരു റീസണാണ്. ഹൈപ്പോകോൺട്രിയാക് എന്ന് പറഞ്ഞൊരു ഡിസീസ് തന്നെയാണ്. എന്താണെന്നറിയാവോ? ഹൈപ്പോകോൺട്രിയാക് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? എനിബഡി നോസ് വാട്ട് ഈസ് ഹൈപ്പോകോൺട്രിയാക്? അറിയില്ലല്ലേ? ആർക്കെങ്കിലും അറിയോ? ഹൈപ്പോകോൺട്രിയാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗമുണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ശരീരം ആ രോഗം ഡെവലപ്പ് ചെയ്യുന്നതാണ് ഹൈപ്പോകോൺട്രിയാക് എന്ന് പറയുന്നത്. അത് പലരും നിങ്ങൾ പ്രയോഗിക്കാറുള്ളതാണ്. പരീക്ഷയുടെ തലേന്ന് പറയും എനിക്ക് പല്ലുവേദന, എനിക്ക് മൂക്കുവേദന, എനിക്ക് വയറുവേദന, നെക്സ്റ്റ് ഡേ അത് ഉണ്ടായിരിക്കും. ശരിയാണോ? ആ ടെൻഡൻസി അതൊരു സൈക്കോളജിക്കൽ കേസാണ്. അങ്ങനെ നമ്മൾ രോഗമുണ്ടെന്ന് അസ്യൂം ചെയ്തിട്ട് രോഗത്തിലേക്ക് പോകുന്നു. ഇതൊക്കെ നമ്മുടെ എന്താണ് ഒരു കോൺഫിഡൻസ് കുറവിന്റെ ലക്ഷണമാണ്. ആ നല്ല കപ്പാസിറ്റി ഉള്ള പൊട്ടൻഷ്യൽ ഉള്ള ആളുകൾ അതിനൊന്നും നിൽക്കില്ല. ദേ റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ മിസ്റ്റേക്ക്. അപ്പൊ നിങ്ങളൊന്ന് ഓടി വീണ് കഴിഞ്ഞാൽ ഗ്രൗണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അവിടെ ഓടുന്ന വരാനും വീഴുന്നില്ലല്ലോ. ദാറ്റ് ഈസ് ബിക്കോസ് വി കമ്മിറ്റഡ് എ മിസ്റ്റേക്ക്. അപ്പൊ ഇത് അഡോൾസൻ സ്റ്റേജ് നിങ്ങൾ പഠിക്കേണ്ട ഒരു ലെസൺ ആണ്. എന്താണെന്നറിയാമോ? ഡോണ്ട് അസൈൻ ദി മിസ്റ്റേക്സ് ടു സമൺ എൽസ്. നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകളെ അതെന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് ദി ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ഇൻ ലൈഫ്. അങ്ങനെ ചെയ്യുന്നവരാണ് വിജയിക്കുന്നത്. ഒരു മരമെട്ടുകാരന്റെ മകന് സ്കൂളിൽ പോകാൻ കഴിയില്ല. അപ്പൊ അവൻ എന്ത് ചെയ്തു? അവനിങ്ങനെ കാട്ടിൽ പോയി നിന്ന് വെറുതെ ഇങ്ങനെ മരങ്ങളോട് സംസാരിച്ചു. മരങ്ങളോട് മിനിറ്റുകൾ സംസാരിച്ചു, പിന്നീട് മണിക്കൂറുകൾ സംസാരിച്ചു. അപ്പോഴാണ് അവന് മനസ്സിലായത് ഈ മരങ്ങളോട് സംസാരിച്ചാലും സംസാരിക്കാൻ പഠിക്കാം. നെപ്പോളിയൻ ഹില്ല് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യമില്ലെന്ന് വെച്ചോളൂ, ഒരു കാര്യം ചെയ്യാൻ ധൈര്യമില്ലെങ്കിൽ നെപ്പോളിയൻ ഹില്ലിന്റെ ടെക്നിക്ക് എന്താണെന്ന് അറിയാം? He says go to wilderness and say aloud I can do it. എന്താ മനസ്സിലായത്? ഏകാന്തതയിൽ പോയി നിൽക്കുക, ആരും കേൾക്കാത്തത്. ആളുകൾ കേട്ട് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഇവന് ഭ്രാന്താന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് തലക്ക് ലോസാണെന്ന് വിചാരിക്കും. ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഉറക്കെ പറയാ എനിക്ക് ടോപ്പർ ആകാൻ പറ്റും. ഞാൻ ഒരിക്കൽ പ്രയോഗിച്ചിട്ടുള്ള കേട്ടോ, അങ്ങനെ ടോപ്പർ ആയതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് യു ക്യാൻ ഡു ഇറ്റ്. ഏകാന്തതയിൽ പോയി ഇങ്ങനെ പറയാ. അത് ഒരു തവണ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് സമ്മതിക്കില്ല, 2 തവണ പറഞ്ഞാൽ സമ്മതിക്കില്ല, 1000 തവണ പറഞ്ഞാൽ സമ്മതിക്കില്ല. ചിലപ്പോൾ ഒരു 10,000 തവണ പറയുമ്പോൾ യുവർ മൈൻഡ് വിൽ റെസൊണേറ്റ്. എനിക്ക് ടോപ്പർ ആകാൻ പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റും. ആ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും യുവർ മൈൻഡ് വിൽ സേ എനിക്ക് ടോപ്പർ ആകണം. നിങ്ങളൊന്ന് വായി നോക്കാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സ് പറയും എനിക്ക് ടോപ്പർ ആകണം.
അപ്പൊ തിരിച്ചു കയറി പുസ്തകത്തിന്റെ മുന്നിലേക്ക് വരും. നിങ്ങൾ മൊബൈലിൽ കുത്താൻ പോകുമ്പോ മനസ്സ് പറയും എനിക്ക് ടോപ്പർ ആകണം, അപ്പൊ മൊബൈൽ കൂട്ടി വെക്കും. മൈൻഡ് വിൽ ട്രെയിൻ ബൈ ഇറ്റ്സെൽഫ്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒറ്റയ്ക്ക് ആരും കേൾക്കാത്ത സ്ഥലത്ത് പോയിട്ട് 10,000 തവണ ആവർത്തിക്കുക. ഐ ക്യാൻ ഡു ഇറ്റ്. നമ്മളൊരു പേപ്പർ തോറ്റു വെച്ചോളൂ. ഞാൻ ചില കുട്ടികൾ ഇത് പരീക്ഷയും ചെയ്തിട്ടുണ്ട്, അവർ വിജയിച്ചിട്ടുണ്ട്. അവര് ഒറ്റയ്ക്ക് പോയി നിന്ന് 10,000, 20,000 തവണ സ്വയം ഇങ്ങനെ ഡിക്ലെയർ ചെയ്യും, എനിക്കത് പാസ്സാകാൻ പറ്റും. മനസ്സിലാതെ മുറയ്ക്കും. പിന്നെ മനസ്സിങ്ങോട്ട് പറഞ്ഞു തുടങ്ങും. ദാറ്റ്സ് എ ചേഞ്ച് പോയിന്റ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒറ്റപ്പെട്ട ഒരു സ്ഥലം കിട്ടില്ലെന്ന് വെച്ചോളൂ. വിൽഡർനെസ് ഇറ്റ്സ് നോട്ട് അവൈലബിൾ ടു യു. ഏകാന്തത നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചോളൂ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അന്ന് കുറച്ച് വനപ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി ഇഷ്ടം പോലെ ഏകാന്തം കിട്ടുന്നത്. ഇപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന, ഇപ്പൊ വന്യജീവികൾ കൂടിയതുകൊണ്ട് അങ്ങനെ പോയി നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് യു ക്യാൻ, അതിനുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ടെക്നിക്കാണ് നെപ്പോളിയൻ ഹിൽ പറയുന്നത്, സേ ഇറ്റ് അണ്ടർ യുവർ മൈൻഡ് ഇൻ സൈലൻസ്. ഇതേ ടെക്നിക്ക് നിങ്ങളുടെ മനസ്സിനോട് പറയാൻ പറ്റും. നിശബ്ദതയിൽ മനസ്സിനോട് സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയോ? ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? സ്വന്തം മനസ്സിനോട് സംസാരിക്കുക. ആത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര എന്നൊക്കെ MP വീരേന്ദ്രകുമാർ പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയോ അങ്ങനെ മനസ്സിനോട് സംസാരിക്കാൻ? ഞാൻ സ്ഥിരമായിട്ട് ചെയ്തൊരു ടെക്നിക്ക്. കാരണം ഇപ്പൊ അത്രയില്ല, മുമ്പ് എന്റെ 30s 40s ഞാൻ ഒരു ദിവസം 2-3 സ്റ്റേജിലൊക്കെ സംസാരിക്കാൻ പോയത്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഒരു സ്റ്റേജിൽ ഒരു വിഷയമായിരിക്കും, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിൽ വേറൊരു വിഷയമായിരിക്കും. അപ്പൊ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിനിടയ്ക്കുള്ള ഗ്യാപ്പ് 1-2 മണിക്കൂറിൽ മനസ്സിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്താ സംസാരിക്കുക? വാട്ട് ഹാവ് ടു ടോക്ക് ടു ദ ഓഡിയൻസ്. ഇന്നത് ചെയ്തില്ല. എന്താ പറയുക, കുറെ കാലം അങ്ങനെ ചെയ്തത്, ഇപ്പൊ അത് ചെയ്യേണ്ടാത്ത സ്ഥിതിയിലേക്ക് എത്തി. ഐ കൻ ടോക്ക് ഇഷ്ടം പോകുന്നതായി. പക്ഷെ ഒരു കാലത്ത് അത് വേണ്ടി വന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കാൻ പറ്റും. നിങ്ങളൊരു പേപ്പറിൽ തോറ്റു വെച്ചോളൂ. സംഭവിക്കാൻ കേട്ടോ, എല്ലാവരും വിജയിക്കില്ല. KTUവിന്റെ വിജയ ശതമാനം ശരാശരി 50-60%. അതുകൊണ്ട് കുറെ പേരൊക്കെ എന്തായാലും തോക്കും. തോറ്റു കഴിഞ്ഞാൽ എക്സ്പെക്ട് ആണ്. എന്താ ചെയ്യേണ്ടത്? തോറ്റു കഴിഞ്ഞാൽ കുറച്ചു നേരം ഏകാന്തതയിലിരിക്കുക. ആരെയും കുറ്റം പറയാൻ പോകണ്ട. നിങ്ങൾ ടീച്ചേഴ്സിനെ കുറ്റം പറയണ്ട, സബ്ജക്റ്റിനെ കുറ്റം പറയണ്ട. ആൻഡ് ഷി ഹാസ് ടോൾഡ് ഇറ്റ് ഈസ് അവർ ഓൺ മിസ്റ്റേക്ക്. അത് അഡ്മിറ്റ് ചെയ്യുക ആദ്യം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇറ്റ് ഈസ് അവർ ഓൺ മിസ്റ്റേക്ക് എന്ന് അഡ്മിറ്റ് ചെയ്യുക. എന്നിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് കുറെ സമയം എടുത്തിട്ട് മനസ്സിനെ വിശ്വസിപ്പിക്കുക. ഐ ആം ഗോയിങ് ടു പാസ് ഇറ്റ്. മനസ്സ് വിശ്വസിച്ചാൽ പിന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. ദാറ്റ്സ് എ ബിഗസ്റ്റ് തിങ് പോസിബിൾ. ഈ അഡോൾസെന്റ് സ്റ്റേജില് കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെയാണ് ദിസ് ആർ ദ ഫോർമേറ്റീവ് ഇയേഴ്സ്. ഞാൻ പറയുന്നൊന്നും ഉപദേശമായിട്ട് കേൾക്കണ്ട കേട്ടോ. ആർക്കെങ്കിലും ഇത് ഇഷ്ടമല്ലെങ്കിൽ, നമ്മളെങ്ങനെ ആർക്കെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ ഇത് തള്ളിക്കളയുന്നത്? ആർക്കെങ്കിലും ഈ പറഞ്ഞ കാര്യം ഇഷ്ടമല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ? യു ഹാവ് ഓൾ ദി കൺവീനിയൻസ്. നമ്മുടെ ചെവി എങ്ങനെയാ ഫോം ചെയ്തിരിക്കുന്നത്? ഇവിടുന്ന് കയറിയാൽ ഇവിടേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അതിന് നടുക്ക് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇഫ് യു ഡോണ്ട് നീഡ് ഇറ്റ്, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. എല്ലായിടത്തും ചെവി തുറന്നു കൊടുക്കുക. ലിസൺ ടു എവരിത്തിങ്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ കേൾക്കണം, മനസ്സിലാക്കണം. പക്ഷെ നെഗറ്റീവിനെ ഡിസ്കാർഡ് ചെയ്യാൻ നമുക്ക് അതിനുള്ള കഴിവുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ മനസ്സിലേക്ക് പോകാവൂ. ആവശ്യമില്ലെങ്കിൽ, അങ്ങനെയാണല്ലോ സൃഷ്ടിയുടെ പ്രത്യേകതയാണ്. അതുപോലെ നമുക്ക് വേറൊരു ഗുണമുണ്ട്. യു സീ, വി ഹാവ് 2 ears. If one is letting in, you can let out the other one. വിട്ടേക്കൂ, വേണ്ടെന്ന് വിട്ടേക്കൂ. ഇനി അതുപോലെ വേറൊരു പ്രത്യേകതയുണ്ട്. വി ഹാവ് only 1 mouth and 2 ears. എന്താ അതിന്റെ അർത്ഥം? അത് ജാപ്പനീസ് ഫിലോസഫിയിൽ പ്രത്യേകം പറയാറുള്ളത്, യു ഹാവ് 2 ears and 1 mouth. എന്ന് വെച്ചാൽ നിങ്ങൾ 2 ചെവി ഉപയോഗിക്കുന്നതിന്റെ പകുതി സമയം മാത്രമേ മൗത്ത് ഉപയോഗിക്കാവൂ. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വാട്ട് ഡു യു മീൻ? എന്താ പേര് പറഞ്ഞോളൂ. ആസ്മൽ, ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 2 ചെവി ഉപയോഗിക്കുന്നതിന്റെ പകുതി സമയം വായു ഉപയോഗിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? വേറെ ഒരാളുടെ പേര്, വാട്ട് ഈസ് യുവർ നെയിം? റിയ, ലിയ. ലിയ, വാട്ട് ഈസ് ഇറ്റ്സ് മീനിങ്? ഞാൻ പറഞ്ഞതിന്റെ ഒരു എക്സ്പ്ലനേറ്ററി മീനിങ് എന്താ പറയാ? someone else, what is your name? ഇഷൻ. ഇഷൻ, അതിന്റെ മീനിങ് എന്താ? 2 ചെവിയും 1 മൗത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? എനിബഡി ചോദിച്ചിട്ട് ഒന്നും കൃത്യമായിട്ട് പറയുന്നില്ല. എനിവൺ? ആരെങ്കിലും ഒരാൾ പറയും. പറയൂ, പേരെന്താ? സ്പെല്ലിംഗ്? SN. സന. ഓക്കെ, സന. ഇന്നലെ ഒരു സനയെ കണ്ടു. MBA കഴിഞ്ഞ ഒരു സന ഇന്നലെ ഞാൻ മീറ്റ് ചെയ്തത്. ഓക്കെ, സന പറയൂ, എന്താണ് മീനിങ്?
യെസ്, വെരി, ഒരു കയ്യടി കൊടുക്കൂ. സ്പീക്ക് ലെസ്, ലിസൺ മോർ. പകുതിയെ പറയാവൂ, മുഴുവൻ കേൾക്കണം. ഇതൊരു ജാപ്പനീസ് സിസ്റ്റമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഇരുന്നോളൂ. ജാപ്പനീസ് ബിസിനസ് മാനേജ്മെന്റ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. നിങ്ങൾ ജപ്പാൻകാരോട് സംസാരിച്ചാൽ അവർ വളരെ കുറച്ച് സംസാരിക്കുള്ളൂ, നിങ്ങളെ കേട്ടോണ്ടിരിക്കും. ദാറ്റ്സ് വൈ ദേ ആർ സക്സസ്ഫുൾ ഇൻ ബിസിനസ്. ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഇതാണ്. ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ് കേട്ടോണ്ടിരിക്കുക, എല്ലാവരും മിനിമം പറയുക. ചിലപ്പോൾ ഇതിന് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിന് മഹാത്മാഗാന്ധി ട്രെയിനിങ് ചെയ്തത്. മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? Anybody read Mahatmaji's autobiography? ആരും വായിച്ചിട്ടില്ല. അതിന്റെ പേരറിയൂ? അതിന്റെ പേര് അറിയില്ല. ഗാന്ധി നിങ്ങൾക്ക് പരിചയമില്ലല്ലേ? മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേര് പറയും. മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അതിൽ ഗാന്ധിജി പറയുന്നുണ്ട്, അദ്ദേഹം എല്ലാ ശനിയാഴ്ചകളിലും മൗനവ്രതം എടുക്കുമായിരുന്നു. എന്താ മൗനവ്രതം? എ സൈലന്റ് ഡേ. അന്ന് അദ്ദേഹം ആരോടെ സംസാരിക്കില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഒരാഴ്ചയിൽ ഒരു ദിവസം മൗനവ്രതം എടുത്തു കഴിഞ്ഞാൽ യു വിൽ ലേൺ ഹൗ ടു കൺട്രോൾ യുവർ ടങ്. നമുക്ക് എല്ലാ ഉപദ്രവങ്ങളും ഉണ്ടാക്കുന്ന ആരാണ്? ഈ വായിക്കകത്ത് നടക്കുന്ന ഈ ചെറിയ സാധനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് എല്ലാ തലവേദന ഉണ്ടാക്കുന്നതല്ലേ? യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്, അല്ലാതെ വായിലേക്ക് അകത്തേക്ക് പോകുന്നതല്ല കൂടുതൽ അപകടകരം. വെച്ചാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമല്ല, നിങ്ങളുടെ വാക്കുകളാണ്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യൻസിൽ കൂടെ ഉണ്ടാവും. അപ്പൊ വായിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നമ്മുടെ വാക്കുകളാണ്. അതാണ് ഏറ്റവും ഡേഞ്ചറസ്. അപ്പൊ ഏറ്റവും മഹാന്മാരെന്ന് ലോകം ഐഡന്റിഫൈ ചെയ്തവരെല്ലാം കുറച്ച് സംസാരിച്ചിട്ടുള്ളവരാണ്, കൂടുതൽ കേട്ടിട്ടുള്ളവരാണ്. അതിനാണ് ഗാന്ധിജി മൗനവ്രതം ചെയ്തത്. എല്ലാ ശനിയാഴ്ചയും അദ്ദേഹം മൗനവ്രതത്തിലായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞത്, അതിന്റെ കൂടെ ഉള്ള ഒരു ബ്രിട്ടീഷുകാരി പെൺകുട്ടി അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും യാത്ര ചെയ്തത്. പിന്നീട് മീരാബെൻ എന്നൊക്കെ പറഞ്ഞ വളരെ പ്രശസ്തയായി. അവള് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്റെ നാക്കിനെ നിയന്ത്രിക്കാൻ ഞാൻ കണ്ടുപിടിച്ച വഴി എന്നാണ്. വളരെ എഫക്റ്റീവാണ്. ഞാൻ സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയത്ത് കുറെ ദിവസങ്ങൾ ഇങ്ങനെ മൗനവ്രതങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ട്. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ നമ്മൾ മൗനവ്രതത്തിലാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. വന്ന് കഥ കേട്ട് തട്ടും. അപ്പൊ കുറച്ചു നാൾ ഞാൻ ഒരാഴ്ച ഒരിക്കൽ വെച്ച് കുറെ നാളെടുത്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഡോറിന്റെ പുറത്തൊരു സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചേക്കും, ഞാൻ മൗനവ്രതത്തിലാണ്, ദയവായി എന്നെ വിട്ടേക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ അത് സാറ്റർഡേ തന്നെ എടുത്തു. കാരണം സാറ്റർഡേ ആണ് മൗനവ്രതത്തിന് ഏറ്റവും നല്ല ദിവസം. എന്താണെന്നറിയോ? നമുക്ക് ഏറ്റവും ഡിസ്റ്റർബൻസ് കുറവുള്ള ദിവസം സാറ്റർഡേ ആണെന്ന്. വർക്കിംഗ് അല്ല. ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സാറ്റർഡേ ഒരിക്കലും വർക്കിംഗ് അല്ല. ഇപ്പോ യൂണിവേഴ്സിറ്റി നോമനുസരിച്ച് ചില സാറ്റർഡേസ് വർക്കിംഗ് ആണ്. ഇനി നിങ്ങൾ ഒരാഴ്ച ഒരിക്കൽ എടുത്തില്ലെന്ന് വെച്ചോളൂ, ഒരു മാസത്തിൽ ഒരിക്കലും എടുത്ത് നോക്കും. യു വിൽ ചേഞ്ച് എ ലോട്ട്. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാം യുവർ ടങ് ഈസ് അണ്ടർ കൺട്രോൾ. നിങ്ങളുടെ നാക്ക് നിങ്ങളുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ യുവർ ലൈഫ് ഈസ് സക്സസ്ഫുൾ. എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന എല്ലാം ഈ നാക്കാണ്. യു ക്യാൻ ജസ്റ്റ് അനലൈസ്. നിങ്ങൾ തമ്മിൽ, കൂട്ടുകാർ തമ്മിലുള്ള പ്രശ്നം, പേരൻസുമായിട്ടുള്ള പ്രശ്നം, ക്ലാസ്സിലുണ്ടാകുന്ന പ്രശ്നം, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഈ എത്ര നീളം ഉണ്ടാവും? നാക്കിന്റെ നീളം എത്ര ഉണ്ടാവും? നാക്കിന്റെ നീളം അറിയണമെങ്കിൽ മൂക്കിന്റെ നീളം അറിഞ്ഞാൽ മതി. സെയിം ആയിരിക്കും. വായിക്കകത്ത് കയ്യിൽ നടക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് യുവർ ടങ്. ഇത്രയുള്ളൊരു സാധനമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. സോ വി ക്യാൻ ലേൺ ടു കൺട്രോൾ ഇറ്റ്. അതുകൊണ്ട് ഹോർമോൺസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഞാനങ്ങനെ സ്പെസിഫിക് ഒരു ടോപ്പിക്കായിട്ട് പറയുകയില്ല, ടോക്കിംഗ് ജനറൽ. ഈ ഹോർമോൺസ് നമ്മൾ അറിയാതെ നമ്മുടെ ബോഡിയിലേക്കാണ് പലതും വരുന്നത്. മെയിൽ ഹാൻഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു 10-25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഹോർമോൺസ് ഇതുപോലെ ഈ ടീനേജിൽ വരുന്ന പോലെ ഹോർമോൺ ബോംബല്ല ബോഡിക്കുള്ളിൽ. ഫീമെയിൽസിന് അങ്ങനെയല്ല. അപ് ടു 50 ഇയേഴ്സ് അവരുടെ ബോഡി നിറച്ച് ഹോർമോൺസ് ആയിരിക്കും. ഓരോ ഒക്കേഷനിലും ദർ ഇസ് എ വെരി ഫേമസ് ബുക്ക്. ആ ബുക്ക് നിങ്ങൾക്ക് അങ്ങാരും വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മെൻ ആർ ഫ്രം മാർസ്, വിമൻ ആർ ഫ്രം വീനസ്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ആ പുസ്തകം? ഇല്ല. ആ പുസ്തകം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുള്ളൂ. മെൻ ആർ ഫ്രം മാർസ്, വിമൻ ആർ ഫ്രം വീനസ്. കാരണം മെയിൽ ഹാൻഡ്സിന് ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ ഹോർമോൺസിൽ കൺട്രോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഈ വീട്ടില് വഴക്കും വക്കാണൊക്കെ ഉണ്ടാകുമ്പോൾ ആണുങ്ങൾ സൈലന്റ് ആവും പൊതുവെ. എന്തുകൊണ്ടാണ്? ദേ കൻ കൺട്രോൾ ദെയർ ഹോർമോൺസ്. പെണ്ണുങ്ങൾ വയലന്റ് ആവും. എന്താ കാര്യം? ദേ കനോട്ട് കൺട്രോൾ. ഇതൊക്കെ ദിസ് ആർ ഓൾ എക്സ്പീരിയൻസ് വിച്ച് യു ആർ ഗോയിങ് ടു ഫേസ്. അതുകൊണ്ട് ആൺകുട്ടികൾ ശ്രദ്ധിക്കണം. ഈ ഒരു ഏജിൽ അപ് ടു 19-20 ഇയേഴ്സ് യുവർ ഹോർമോൺസ് വിൽ ബി ഇൻ എ ബോംബ് ലൈക്ക് സ്റ്റേജ്. അതുകൊണ്ട് ഈ ഏജിലാണ്
നിങ്ങൾക്ക് പല ഡിസ്ട്രാക്ഷൻസ്, പല അബദ്ധങ്ങളൊക്കെ പറ്റുക. ഒരു 10-21 വയസ്സൊക്കെ കഴിഞ്ഞാൽ, അതുകൊണ്ടായിരിക്കണം ഈ മാരിങ് ഏജ് ഇന്ത്യയിൽ എത്രയാ വിവാഹം കഴിക്കാനുള്ള പ്രായം? പുരുഷന്മാർക്ക് 21 വയസ്സും സ്ത്രീകൾക്ക് 18 വയസ്സും. 21 വയസ്സ് എനിക്ക് എന്റെ ലോജിക്ക് മനസ്സിലായിട്ടില്ല. അമേരിക്കയിൽ 16 വയസ്സ് കഴിഞ്ഞ ആണിനും പെണ്ണിനും വിവാഹം കഴിക്കാം, ജർമ്മനിയിൽ 16 വയസ്സ് കഴിഞ്ഞ ആണിനും പെണ്ണിനും വിവാഹം കഴിക്കാം. ഇന്ത്യയിൽ എന്തിനാ 21 വയസ്സ് വെച്ചെന്ന് ഒരു കൺസർവേറ്റീവ് തോട്ടാണ്. അത് 21 വയസ്സാകുമ്പോൾ മെയിൽ ഹാൻഡ്സ് പൊതുവെ ഒരു ഹോർമോണൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരും. അതുകൊണ്ട് പെട്ടെന്ന് അക്രമങ്ങളൊന്നും കാണിക്കാനുള്ള വാസന ഉണ്ടാവില്ല എന്നൊരു ധാരണയായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. പലരും ഈ അക്രമികൾ എപ്പോഴും അക്രമികളായിരിക്കും, അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് വളരെ കുറച്ച്. നിങ്ങൾ വാർത്തകളിലൊക്കെ ഒരുപാട് കാര്യം കാണുന്നെങ്കിലും അത് കോടികളിൽ 5-10 ഒക്കെ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. നമ്മൾ TV ഒക്കെ കാണുമ്പോഴേക്കും എല്ലായിടത്തും അക്രമമാണ്. അവിടെ സ്ത്രീധന കൊലപാതകം, ഇവിടെ അച്ഛനെ കൊന്നിരിക്കുന്നു, ഇവിടെ അമ്മയെ കൊന്നിരിക്കുന്നു. ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു, ഇതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ പ്രശ്നം? മീഡിയ ഈസ് സോ സ്ട്രോങ്. മീഡിയക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ബോഡി ഒരു പുഴയിൽ തിരയുന്നത് 4 ദിവസം TV ഫുൾ കവറേജ് ആയിരുന്നു. സീ വാട്ട് ഇസ് ദ ഫേറ്റ്? നിങ്ങൾ കണ്ടുണ്ടാവും, ഗംഗാവലി പുഴയിലെ ഒരു ഡ്രൈവർ മുങ്ങിയിട്ട് ആ ബോഡി തിരയുന്നതായിരുന്നു 4 ദിവസം ഫുൾ ടൈം TV. ആ മീഡിയ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ആണ്. ഇറ്റ്സ് നോട്ട് റിയലിസ്റ്റിക്. അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കണ്ട. പഴയ ആളുകളെക്കാൾ മോശമാണ് ഇപ്പോഴത്തെ കുട്ടികളൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. പണ്ട് ഇത് കൺസീൽഡ് ആയിരുന്നു, ഇപ്പൊ ഇത് എക്സ്പോസ്ഡ് ആണ്. അത്ര വ്യത്യാസമുള്ളൂ. ഓരോ ജനറേഷൻ കഴിയുന്നതും യു ആർ ബിക്കമിങ് ബെറ്റർ. അതുകൊണ്ട് അഡോൾസെന്റ് സ്റ്റേജിലുള്ള കുട്ടികളെ പലരും കുറ്റം പറയാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താണ്? അവര് അനുസരണയില്ല, വീണ്ടും വിചാരമില്ല, തോന്നിവാസികളാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഡോണ്ട് ബിലീവ് ദാറ്റ്. ഒന്നുമല്ല. ഇതൊക്കെ ഒരു പെർവേർഷനിൽ ഉണ്ടാകുന്ന തോട്ട്സ് ആണ്. പഴയ ആളുകൾക്ക്, എനിക്ക് എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. എന്റെ സീനിയറായിട്ട് പഠിച്ച ഒരു വ്യക്തി പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഇല്ലാത്ത ദുസ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ദുസ്വഭാവം ഉണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് പലവണ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം അധ്യാപകനായിട്ട് ചേർന്നു, എന്റെ സഹപ്രവർത്തനായിട്ട് ചേർന്നു. അപ്പൊ ഒരു ദിവസം കോളേജ് കൗൺസിലിൽ ഡിസ്കഷൻ വന്നു. എന്താണെന്നറിയോ? ഒരു കുട്ടി ഇത്ര മദ്യപിച്ച് ഹോസ്റ്റലിൽ വന്നു. അപ്പൊ അദ്ദേഹം പഠിച്ച കാലത്ത് അത്ര സ്ട്രിക്റ്റ് ഒന്നുമില്ല. വാർഡന്മാരൊന്നും വന്ന് ആരും മൈൻഡ് ചെയ്യാറില്ല. എഞ്ചിനീയറുകളിലൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നോബഡി ബോദേഴ്സ് അബൌട്ട് ദി സ്റ്റുഡൻസ്. അങ്ങോട്ടൊന്നും ആരും തിരിഞ്ഞു നോക്കില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നിങ്ങളുടെ ഹോസ്റ്റലൊക്കെ ഹൈ സെക്യൂരിറ്റി ആയിരിക്കും. എല്ലായിടത്തും ക്യാമറകൾ ഉണ്ടാവും, എല്ലായിടത്തും വാർഡന്മാരും മെട്രന്മാരും ഉണ്ടാവും. ഇതൊക്കെ ഇമ്പോസ് ചെയ്യപ്പെടുന്ന കണ്ടീഷൻസ് ആണ്. എന്താ കാര്യം? സൊസൈറ്റി ഡെവലപ്പ് ചെയ്യും തോറും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ് കൂട്ടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതെല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഈ ഒരു കേസില് ഇദ്ദേഹത്തിന് ഞങ്ങളുടെ കോളേജ് കൗൺസിലിന്റെ മുന്നിൽ ഒരു ചർച്ച വന്നു. ഒരു കുട്ടി മദ്യപിച്ച് ഹോസ്റ്റലിൽ നേരെ പിടിച്ചു. അപ്പൊ ഈ പറഞ്ഞ വിദ്വാൻ പറയുന്നത് എന്താ പറയുക? അവനെ കോളേജിൽ നിന്ന് പുറത്താക്കണം. എനിക്കുള്ളിൽ ചിരി വന്നു. ഇങ്ങനെയായിരുന്നെങ്കിൽ ഇയാളെ എത്ര തവണ പുറത്താക്കേണ്ടി വന്നത്? പോയിന്റ്. പൊതുവെ ടീച്ചേഴ്സില് പഠിക്കുന്ന കാലത്ത് സകല താന്തോത്തരം കാണിക്കുന്നവരായിരിക്കും, പഠിപ്പിക്കുന്ന കാലത്ത് പ്യൂരിറ്റൻസ്, ഞങ്ങൾ മഹാമാന്യന്മാർ. അത് തെറ്റാണ്. അങ്ങനെയൊന്നും അല്ല. എല്ലാ കാലത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വളരെ ലിമിറ്റഡ്. ഇപ്പോഴും അത് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ ഇപ്പൊ ഒരു ഡേഞ്ചർ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രഗ്സിന്റെ ഇമ്പാക്ട് ആണ്. അതിനെ കുറിച്ച് ഒരു സെഷൻ ഉണ്ടാവും തോന്നുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ ഒരു സാധനത്തിന് മാത്രം നിങ്ങൾ തലവെച്ചു കൊടുക്കരുത്. കാരണം അത് പലപ്പോഴും നിങ്ങൾ അറിയാതെ നിങ്ങളിലേക്ക് കടന്നുപോകും. മദ്യപിച്ചാലും ഞാനൊന്നും പറയില്ല, കാരണം മദ്യത്തിന് അത്ര അഡിക്ഷൻ ഇല്ല, ചെറിയ അഡിക്ഷനേ ഉള്ളൂ. ഈ ഡ്രഗ്സിന് അങ്ങനെയല്ല. ഇപ്പൊ ഒരിക്കല് ഒരു കുട്ടിയെ ഞാൻ പിടിക്കണ്ടായി. ഞാനൊരു കോളേജിന്റെ പ്രിൻസിപ്പൽ ആയപ്പോഴാണ്. ആ കുട്ടിയെ പിടിച്ചപ്പോ അയാള് ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയിരുന്നു. അയാളെ എന്റെ അടുത്ത് പിടിച്ചോണ്ട് വന്ന സെക്യൂരിറ്റി ഓഫീസറാണ്. ഞാൻ നോക്കുമ്പോൾ ഡ്രഗ്സിന് അഡിക്റ്റഡ് ആണെങ്കിൽ കുട്ടികളെ കണ്ടാലറിയാം, ഞങ്ങളുടെ അധ്യാപകർക്ക് കണ്ടാലറിയാം. അവരുടെ ഐസ് സങ്കടമായിരിക്കും, ഐസിന് ചുറ്റും കറുത്ത പാടുകൾ ഉണ്ടാവും, ജീവനില്ലാത്ത പോലെ ആയിരിക്കും, ബോഡി ആകെ ഇൻസ്റ്റബിലിറ്റി. യു ക്യാൻ ഫീൽ ദാറ്റ് ദേ ആർ അണ്ടർ ഡ്രഗ്. ഇതൊക്കെ അറിയാൻ പറ്റും. നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ ആരെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കണ്ണിലേക്ക് നോക്കിയാൽ മതി. അവരുടെ കണ്ണുകൾ ചത്തതായിരിക്കും. ചത്ത കണ്ണെന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കണ്ടല്ലോ, യു ക്യാൻ ഐഡന്റിഫൈ ചെയ്തു. അതുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ക്ലാസ്സുകളിൽ ചത്ത കണ്ണുകളുള്ളത്, കണ്ണ് ഡെഡ് ആണെന്നല്ല എന്റെ അർത്ഥം, അതിന് ജീവൻ ഉണ്ടാവില്ല. വി ആർ ഓർഗാനിക് ഇൻ നേച്ചർ. ആ ഓർഗാനിക് നേച്ചർ കണ്ണിന് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഡ്രഗ്സ് ആണ്. അപ്പം ഈ കുട്ടിയെ സെക്യൂരിറ്റി കൊണ്ടുവന്ന് അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ്ലി ഹി വാസ് സസ്പെൻഡഡ് പെൻഡിങ് എൻക്വയറി. സസ്പെൻഡ് മാത്രമല്ല, അയാളെ കോളേജിൽ നീക്കം ചെയ്യണമെന്ന് തന്നെയായിരുന്നു ഒരു കോമൺ. പക്ഷെ അതിന് പ്രൊസീജിയർ ഉണ്ട്. കോളേജിൽ ഒരാളെ നീക്കം ചെയ്യണമെങ്കിൽ അതിന്റെ എൻക്വയറി വേണം, കോളേജ് കൗൺസിലിൽ പോകണം, പ്രൊസീജിയർ ഇതാണ്. ആ കുട്ടിയെ സസ്പെൻഡ് ചെയ്ത ദിവസം വൈകിട്ട് 4 പെൺകുട്ടികൾ എന്നെ വിളിച്ചു. ഐ വാസ് ഷോക്ക്. സാർ, അവനൊന്നും ചെയ്യില്ലേ? ഞാൻ ചോദിച്ചത് എന്താ? അവനെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സാർ.
അപ്പൊ ആദ്യത്തെ ആൾ വിളിച്ച ബെസ്റ്റ് ഫ്രണ്ട്. രണ്ടാമത്തെ ആൾ വിളിച്ചു ഐ വാസ് ഷോക്ക്. ഇത്രയും കാലം 4 പെൺകുട്ടികൾ, ആൺകുട്ടികൾ ആരും വിളിച്ചില്ല. ഒരു ബോയ് സ്റ്റുഡന്റിനെ സസ്പെൻഡ് ചെയ്തപ്പോ 4 പെൺകുട്ടികളെ വിളിച്ചിട്ട് അവര് 4 പേര് എന്റെ അടുത്ത് പറഞ്ഞു, സാർ അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞങ്ങൾ വളരെ ഇന്റിമേറ്റ് ആണ് സാർ, അവനെ ഡിസ്മിസ് ചെയ്യല്ലേ, അവനെതിരെ നടപടി എടുക്കില്ലേ. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയി. അപ്പൊ ഈ 4 പെൺകുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാൻ ഞാൻ ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചു. And it was a horrifying experience for me. ഇയാള് കൺവെയർ ആയിരുന്നു. We used to provide these girls also drugs. അതുകൊണ്ട് ഗേൾസ് മുക്തരല്ല. അതെങ്ങനെയാണ് എക്സസ് വന്നു എന്നറിയില്ല. അവസാനം ആ ഗേൾസിന്റെ പേരൻസിനെ വിളിച്ചു വരുത്തേണ്ടി വന്നു. ഈ ബോയെ കോളേജിൽ പുറത്താക്കേണ്ടി വന്നു. ബിക്കോസ് ഈസ് എ കാരിയർ. അയാൾക്ക് പൈസയുണ്ട്. എന്താണെന്നറിയാം, അയാൾ ഈവനിങ്ങിൽ പോയി ഓട്ടോറിക്ഷ ഓടിക്കലാണ് പഠിക്കുന്നത്. ലേറ്റ് നൈറ്റ് ഓട്ടോറിക്ഷ ഓടിച്ചാൽ നല്ല പൈസ കിട്ടും. നിങ്ങൾ ആരും ഇത് ചെയ്യാൻ ഇറങ്ങണ്ട. സാധാരണ ഓട്ടോറിക്ഷയ്ക്ക് കിട്ടുന്നതിന്റെ 2-3 ടൈംസ് ഒക്കെ കിട്ടും. രാത്രി റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോയി കിടന്നു. ആൻഡ് ഹി ഡസ് ദാറ്റ്. കാരണം അയാളുടെ അച്ഛൻ ഓട്ടോറിക്ഷ ഉണ്ട്. ആൻഡ് ഹി ഹാസ് സ്പോയിൽഡ് ദീസ് 4 ഗേൾസ്. ആൻഡ് ഫണ്ണിലി ഇനഫ് ഈ 4 പെൺകുട്ടികളും വെൽ ടു ഡു ഫാമിലിയിലുള്ളതാണ്. ബട്ട് ദിസ് ബോയ്സ് ഫാമിലി ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. അവരുടെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ്. അവന്റെ അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. അവൻ ഫീസ് കൊടുക്കുന്നതിന് അവൻ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ്. ആൻഡ് ഹി ഈസ് ഹാവിംഗ് ദ ട്രേഡ് ഇൻ ഡ്രഗ്സ് ഓൾസോ. ഈ ഡ്രഗ്സിനുള്ളൊരു കുഴപ്പം, ചില ഡ്രഗ്സ് നമ്മൾ അറിയാതെ ഒരു പൊട്ട് വായിച്ചെന്നാൽ മതി, പിന്നെ നമ്മൾ അഡിക്റ്റഡ് ആയിപ്പോകും. ഈ MDMA ക്കുള്ള കുഴപ്പം അതാണ്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ വേറെ എന്ത് തോന്നിയാസം കാണിച്ചാലും ഞാൻ ചീത്ത പറയാറില്ല. ഡ്രഗ്സ് ആരെങ്കിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഐ ടെൽ ദം യു ആർ സ്പോയിലിംഗ് യുവർസെൽഫ്. രക്ഷപ്പെടണ മറ്റ് ലഹരികൾ പോലെയല്ല, ഡ്രഗ്സിന് രക്ഷപ്പെടണമെങ്കിൽ വലിയ ദുരന്തമാണ്. സാധാരണ ട്രീറ്റ്മെന്റ് ബിക്കോസ് എന്റെ കൂടെ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഐ വാസ് ഡയറക്ടർ അറ്റ് അനദർ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ കുറെ ഹോസ്പിറ്റൽസ് ഉണ്ട്, 19 ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിലൊരു ഹോസ്പിറ്റലിൽ എൻഡോക്രിനോളജിസ്റ്റ് ഉണ്ട്. എൻഡോക്രിനോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹോർമോൺസിനെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണ്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഡ്രഗ്സിന്റെ അഡിക്റ്റീവ് പവർ മറ്റു പല സാധനങ്ങളെ ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ് ആണ്. ഇപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന പലതിനും അഡിക്റ്റീവ് പവർ ഉണ്ട്. അഡിക്ഷൻ ചായക്ക് കൂടിയുണ്ട്, കോഫിക്കുണ്ട്, സിഗരറ്റിനുണ്ട്. ചായ ഇപ്പൊ എനിക്ക് ദിവസം 2 നേരം ചായ കുടിക്കണം. രാവിലെ ആ ചായ കുടിക്കില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. ആ ചായ കുടിക്കുന്നവരേക്ക് ഒരു അസ്വസ്ഥതയുണ്ട്. നിങ്ങൾക്കൊക്കെ അതെല്ലാം ചായ കുടിക്കുന്നവർക്ക്. അതുപോലെ കോഫി അതിലും അഡിക്റ്റീവ് ആണ്. അതിന്റെ തൗസൻഡ്സ് ഓഫ് ടൈംസ് അഡിക്റ്റീവ് ആണ് ഈ പറഞ്ഞ ഡ്രഗ്സ്. ഒരു പൊടി ഒരിക്കൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് കഴിക്കാൻ വേണ്ടി എന്തും ചെയ്യും. ആളുകളെ കൊല്ലാൻ തയ്യാറാവും, സ്വന്തം ശരീരം എടുക്കാൻ തയ്യാറാവും. ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഡ്രഗ്സിന്റെ പരിസരത്തേക്ക് കുട്ടികൾ നിങ്ങൾ ആരും പോരുത്. ഒരു ഉപദേശമായിട്ട് കൂട്ടണ്ട. ദിസ് ഈസ് ഒരു ലേണിംഗ് ആയിട്ട് കൂട്ടിയാൽ മതി. നിങ്ങൾ മറ്റെന്ത് ചെയ്താലും അതൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാം. വി ക്യാൻ റിക്കവർ. ഡ്രഗ്സിന് റിക്കവർ ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് തിരിച്ചു പോകണം ചെയ്ത്. കാരണം അതിന്റെ അഡിക്ഷൻ അത്രമാത്രമാണ്. ഇറ്റ് ഇസ് സച്ച് എ ഡേഞ്ചറസ് കെമിക്കൽ. അതുകൊണ്ട് അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഞാൻ അനുഭവത്തിൽ കണ്ടിട്ടുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ എക്സസൈസിന്റെ ക്ലാസ് ഉണ്ടാകും. ഇന്നലെ നിങ്ങൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയൊക്കെ ചെയ്തിരുന്നു അല്ലേ? ഈ പ്രതിജ്ഞ എടുക്കുന്നൊരു കാര്യമില്ല. ജസ്റ്റ് ഗോ ഇൻ യുവർ മൈൻഡ്. കാരണം നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? വാട്ട് ഇസ് എയിം ഓഫ് അവർ ലൈഫ്? എന്തിനാ ജീവിക്കുന്നത്? എന്താ പേര് എന്ന് പറയും. മുന്നിൽ ഇരുന്നതിന്റെ ശിക്ഷയാണ്. എന്താ പേര്? സാബിത്ത്. സാബിത്തിന്റെ ജീവിത ലക്ഷ്യം എന്താണ്? പറഞ്ഞോളൂ. ഓർക്കെ എഞ്ചിനീയർ ആകണം. വാട്ട് ഇസ് യുവർ നെയിം? ശ്രീഹരിയുടെ ജീവിത ലക്ഷ്യം എന്താണ്? എഞ്ചിനീയർ ആണ്, അത്രയല്ലോ. വാട്ട് ഇസ് യുവർ നെയിം? ഫിദ. ഫിദയുടെ ഫിദ ഫിഗ FIZ വിസ. ഓക്കെ ഓക്കെ. വാട്ട് ഈസ് യുവർ ടാർഗറ്റ് ഇൻ ലൈഫ് ഓർ യുവർ ഡെസ്റ്റിനേഷൻ ഇൻ ലൈഫ്? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? സിവിൽ സർവീസ്. എന്നാൽ എന്നോട് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും പറയുന്നില്ല. എന്റെ ജീവിത ലക്ഷ്യം സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. അതൊന്നുള്ള എത്ര പേരുണ്ട് ഇതിലൊന്നും കാണട്ടെ? സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളത് ജീവിത ലക്ഷ്യമായിട്ടുള്ളവര്. അൾട്ടിമേറ്റ്ലി നമ്മൾ അതിലാണ് എത്തുക. അതിന് പല മാർഗങ്ങളുണ്ട്. ബട്ട് ഡെസ്റ്റിനേഷൻ ഈസ് ഓൺലി വൺ. സന്തോഷത്തോടുകൂടി ജീവിക്കുക. അത് പഴയ ഒരു കഥയുണ്ട്. ബിസിനസ് മാനേജ്മെന്റ് നമ്മൾ പറയാറുള്ള ഒരു കഥയാണ്. 2-3 പണിക്കാർ നിന്നിട്ട് ഒരു കെട്ടിടം കെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു വഴിയാത്രക്കാരൻ പോയിട്ട് ആദ്യത്തെ ആളിനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം പറയുന്നത്, കണ്ടില്ലേ ഞാൻ കല്ല് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ കണ്ടില്ലേ? കല്ല് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്.
രണ്ടാമത്തെ ആളിന്റെ അടുക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അയാൾ പറയുന്നു, അല്ല ഞാനൊരു കെട്ടിടം കെട്ടുകയാണ്. മൂന്നാമത്തെ ആളിന്റെ അടുക്ക് ചെന്നിട്ട് ഇതേ വഴിയാത്രക്കാരൻ ചോദിക്കുന്നു, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അയാൾ പറയുന്നു, ഞാൻ മഹത്തായ ഒരു ചാപ്പൽ, ഒരു പള്ളി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പ്രദേശത്തെ ആളുകളുടെ ഒക്കെ ആരാധനാ കേന്ദ്രമാകാൻ പോകുന്ന പള്ളിയാണ്. ഒരേ പണിയാണ് മൂന്ന് പേരും ചെയ്യുന്നത്. ഇതാണ് വ്യത്യാസം. നിങ്ങളൊക്കെ ചെയ്യുന്ന പണികൾ ഒരാളിന് എഞ്ചിനീയർ ആണെന്ന് പറയും, ഒരാളിന് പണം ഉണ്ടാക്കണമെന്ന് പറയും, ഒരാളിന് പ്രശസ്തി വേണമെന്ന് പറയും. ഒക്കെ എന്തിനു വേണ്ടിയാണ്? എബ്രഹാം മാസ്ലോ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം കണ്ടെത്തിയത് മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് 5 തട്ടുണ്ടെന്നാണ്. ഇറ്റ്സ് കോൾഡ് എബ്രഹാം മാസ്ലോസ് തിയറി, മാസ്ലോ ഹൈറാർക്കി എന്ന് പറയും. നിങ്ങൾ മാനേജ്മെന്റ് പഠിക്കുമ്പോൾ അത് പഠിക്കും. മാസ്ലോസ് ഹൈറാർക്കി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ആദ്യ ഘട്ടത്തിലുള്ള ആവശ്യം സെക്യൂരിറ്റി നീഡ്സ്, ബേസിക് നീഡ്സ്. ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം. അത് അത്രയും കിട്ടി കഴിഞ്ഞാൽ പിന്നെ സെക്യൂരിറ്റി നീഡ്സ്. സെക്യൂരിറ്റി നീഡ്സ് എന്തുകൊണ്ടും എനിക്കൊരു എഞ്ചിനീയർ ആകണം, അല്ലെ എനിക്കൊരു ബിസിനസ്സുകാരനാകണം, അല്ലെ എനിക്കൊരു വീട് വേണം, അല്ലെ എനിക്കൊരു കാർ വേണം. ഇതൊക്കെ സെക്യൂരിറ്റി നീഡ്സ് വരും. മൂന്നാമത്തെ സോഷ്യൽ നീഡ്സ് എന്ന് പറയും. സോഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്നെ 10 ആൾ അറിയണം, എന്റെ ഫോട്ടോ പേപ്പറിൽ വരണം, എന്നെ ആളുകൾ ബഹുമാനിക്കണം. ഇനി നാലാമത്തെ നീഡ്സോ എസ്റ്റീം നീഡ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ എന്നെ ആളുകൾ അറിഞ്ഞാൽ മാത്രം പോരാ, എനിക്ക് ഫാൻസ് വേണം, എനിക്ക് ഒരുപാട് സമ്പത്ത് വേണം, എനിക്ക് ബെൻസ് കാർ വേണം. ഇതൊക്കെ എസ്റ്റീം നീഡ്സിൽ പെടും. അഞ്ചാമത്തെ തട്ടോ ഇതെല്ലാം പോയി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അവനവനെ തന്നെ മനസ്സിലാക്കുക. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? സ്വത്തിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, സമ്പത്ത് കുമിഞ്ഞു കൊടുത്താൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, അധികാരത്തിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. They realize that greater than any of these things is their own self. എന്റെ ആത്മാവാണ് ഇതിനേക്കാളൊക്കെ മഹത്വം എന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള കുറെ പേര് ഹിമാലയത്തിലേക്ക് പോയി വരും. There is an English novel, വളരെ പ്രശസ്തമായ ഇംഗ്ലീഷ് നോവൽ ഉണ്ട്, The Man Who Sold His Ferrari. അതിൽ വായിച്ചോണ്ടാവും The Man Who Sold His Ferrari. ഇല്ല, നമ്മൾ വായനയിൽ വളരെ പുറകിലാണ് കേട്ടോ. വായിക്കണം ഇടയ്ക്കല്ലേ. ഇപ്പൊ ഈ ബുക്സ് ഒക്കെ പലതിനും നെറ്റിലും കിട്ടും. നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ, ഞാനൊക്കെ ചെറുപ്പത്തിൽ വായിക്കുന്ന പുസ്തകം എടുത്ത് വെച്ചായിരുന്നു വായിക്കുന്നത്. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ഇത് പലതും ഇന്റർനെറ്റിൽ കിട്ടും. അത് വായിക്കണം. ഇങ്ങനെയൊക്കെയുള്ള വായിക്കുമ്പോൾ ആ ഫാക്കൽറ്റി വിൽ ബി ഡെവലപ്പിംഗ്. നമ്മുടെ കഴിവുകൾ വല്ലാതെ വികസിച്ചു വരും. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത്, ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ദി ഹോർമോണൽ ചേഞ്ചസ് ഇൻ യുവർ ബോഡി. അപ്പൊ ഈ ഹോർമോൺ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കും. നിങ്ങളുടെ ഏജിന്റെ ഒരു പ്രശ്നം ഇതാണ്. നിങ്ങൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നിങ്ങൾ പഠിക്കാൻ ഒരു കസേര ഇരുന്നു, ഒരു മേശ ഇരിപ്പുണ്ട്, പുസ്തകം മുന്നിലുണ്ട്, വായിച്ചു തുടങ്ങി. ഒരു 2 പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്കൊന്ന് എഴുന്നേക്കണം തോന്നി. എഴുന്നേറ്റ് പോയി ഇത്ര വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് അവിടെ കുറിക്കാൻ എന്തെങ്കിലും ഉണ്ട്, അതെടുത്ത് കുറിച്ചു. അത് കഴിഞ്ഞ് ടിവിയുടെ മുന്നിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് മൊബൈൽ എടുത്തു. യു നെവർ കം ബാക്ക് ടു ദാറ്റ് സീറ്റ്. ശരിയാണോ ഇത്? ആണോ അല്ലയോ? എത്ര നേരം കഴിഞ്ഞ് നിങ്ങൾ ആ സീറ്റിലേക്ക് തിരിച്ചെത്തും? ചിലപ്പോൾ എത്തുകയില്ല, പിറ്റേ ദിവസം എനിക്ക് എത്തുന്നു. ഇതിനാണ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരുപാട് ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അത് ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് പല കാരണങ്ങളുണ്ടാവും. എൻവയറമെന്റൽ റീസൺസ്, സ്പാഷ്യൽ റീസൺസ്, ഇമോഷണൽ റീസൺസ്. എന്ത് റീസൺസ് ഉണ്ടായാലും നമുക്ക് ഡിസ്ട്രാക്ഷൻ വരാം. ഇതില് ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നത് പഠിക്കാനിരിക്കുമ്പോഴാണ്. കാരണം എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം പുസ്തകം വായിക്കാനോ ടെക്സ്റ്റ് ബുക്സ് വായിക്കാനുള്ളതാണ്. ബാക്കി എല്ലാം നമുക്ക് ഇഷ്ടമാണ്. നിങ്ങൾ മൊബൈൽ എടുക്കുന്നു, ആവറേജ് എത്ര ടൈം മൊബൈലിൽ വർക്ക് ചെയ്യും നിങ്ങൾ? ഓൺ എനി ഡേ. വാട്ട് ഈസ് യുവർ നെയിം? ഗീതിക. ഗീതിക ഒരു ദിവസം എത്ര നേരം മൊബൈലിൽ, എത്ര നേരം മൊബൈൽ കയ്യിലുണ്ടാവും റഫ്ലി ഉപയോഗിക്കുന്നത്? ഇൻ ജനറൽ ഒരു ദിവസം ഓൺ ആൻ ആവറേജ് എത്ര മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കും? 2 to 3. ഞാൻ ബിടെക് സ്റ്റുഡൻസിനിടെ നമുക്ക് സ്റ്റഡിയിൽ ആവറേജ് 5 hours എന്നാണ് ഒരാഴ്ചത്തെ ആവറേജ് എടുത്താൽ. ദിസ് എ ബെറ്റർ വൺ. മേ ബി വർക്കിംഗ് ഡേയിൽ ആയിരിക്കും 2 to 3, ഹോളിഡേയിൽ 5 to 10 ആയിരിക്കും. സോ ആവറേജ് മേ കം ടു അറൗണ്ട് 5. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു ദിവസം നിങ്ങളുടെ മൊബൈൽ മാറ്റി വെച്ചിട്ട്, ഞാൻ മുമ്പ് മൗനവ്രതത്തിന്റെ കാര്യം പറഞ്ഞ പോലെ നോ മൊബൈൽ ഡേ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഹാവ് എ നോ മൊബൈൽ ഡേ? പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു ദിവസം രാവിലെ എഴുന്നേക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്നവരെ യു ആർ നോട്ട് ടച്ചിങ് ദ മൊബൈൽ.
സൈലന്റ് മോഡിലാക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂ? എത്ര പേർക്ക് പറ്റും ഒരു ദിവസം നോ മൊബൈലിന്റെ വരുത്താൻ? ഒന്ന് കൈവെക്കൂ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഏതാണ്ട് 20 പേരോളുണ്ട്. അപ്പൊ എത്ര പെർസെന്റ്? ഈ 20 പേരെ എനിക്ക് സംശയമുണ്ട് കേട്ടോ. യു മേ ഹാവ് ഡിസയർ ടു ഡു സോ. ഒരു എക്സ്പെരിമെന്റ് ചെയ്യാമോ നിങ്ങൾക്ക് ഒരു ദിവസം? Can you do an experiment? ഒരു ദിവസം മൊബൈൽ മാറ്റി വെച്ചിട്ട് ഒരു ഡേ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റൂ? ഞാൻ അങ്ങനെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. അത് ടെസ്റ്റ് ഫോർ പേഷ്യൻസ് ആണ്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാൻ. ഒരു ദിവസം നിങ്ങൾക്ക് മൊബൈൽ മാറ്റി വെച്ച് ജീവിക്കാൻ പറ്റിയാൽ I will say you are a potential winner. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ വിന്നേഴ്സ് എത്ര പേരുണ്ട്? എത്ര പേർക്ക് പരീക്ഷണം ചെയ്യാൻ താല്പര്യമുണ്ട്? യു ആർ കീപ്പിംഗ് അവേ ദ മൊബൈൽ ഫോർ 1 full day. എക്സ്പെരിമെന്റിന് വേണ്ടി. എന്നിട്ട് 12 to 12 രാത്രി 12 മണിക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാത്രി 12 മണി വരെ അത് ഉപയോഗിക്കരുത്. 24 hours. അത് ചെയ്യാൻ താല്പര്യമുള്ള എത്ര പേര് കൂട്ടത്തിലുണ്ട്? ഒരു എക്സ്പെരിമെന്റൽ ബേസിൽ ഒന്ന് കൈവെക്കുമോ? ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ താല്പര്യമുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്? ഞാനിത് പലപ്പോഴും ചെയ്തിട്ടുള്ളതുകൊണ്ട് ചോദിക്കുന്നതാണ്. നിങ്ങളുടെ അനുഭവം വെരി വെരി സാഡ്. ആകെ 5-6 പേരേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് അഡിക്ഷൻ. അത് ചെയ്യാൻ കഴിയാത്തതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യാൻ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മൊബൈൽ ഈസ് അണ്ടർ യുവർ കൺട്രോൾ എന്നാണ്. അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? യു ആർ അണ്ടർ ദി കൺട്രോൾ ഓഫ് മൊബൈൽ. അപ്പൊ നിങ്ങൾ ഏതാ പ്രിഫർ ചെയ്യുന്നത്? നിങ്ങൾക്ക് എത്ര വലിയ എമർജൻസി ഉള്ള ഒരു ദിവസം മൊബൈല്, ഒരു സാറ്റർഡേ മൊബൈൽ ഓഫ് ചെയ്താൽ എന്ത് സംഭവിക്കും? നത്തിങ് വിൽ ഹാപ്പൻ. പക്ഷെ നമുക്കത് പറ്റുന്നില്ല. സോ വി ആർ അഡിക്റ്റഡ് ടു മൊബൈൽ. ഇപ്പോ ഉള്ള ഏജിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തുള്ള ഒരു വലിയ ട്രാജഡി ഇതാണ്. യു ആർ അഡിക്റ്റഡ് ടു ദി സ്മോൾ ഡിവൈസ്. ഞങ്ങളുടെ ഒന്നും ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നില്ല, ഭാഗ്യം എന്ന് കരുതിയാണ്. പക്ഷെ ഇതിൽ ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട് കേട്ടോ. ഐ യൂസ് മൊബൈൽ കൺസിസ്റ്റന്റ്. ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ ഇമെയിൽ അയക്കുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നതൊക്കെ മൊബൈലിലാണ്. കാരണം എന്താണെന്നറിയാമോ? മൊബൈൽ ടൈപ്പിംഗ് ഈസ് ഈസിയർ. ഐ ഹാവ് ലേൺ ടൈപ്പിംഗ്. ഞാൻ സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് ടൈപ്പിംഗ് പഠിച്ച ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ. അപ്പോൾ വളരെ സ്പീഡി ആയിരുന്നു ലാപ്ടോപ്പിലൊക്കെ. ബിക്കോസ് ഐ നോ 10 ഫിംഗർ കൊണ്ട് ടൈപ്പ് ചെയ്യാൻ അറിയാം. ബട്ട് ഐ മെറ്റ് വിത്ത് എ സിവിയർ ആക്സിഡന്റ്. ഒരു 8 കൊല്ലം മുമ്പ് എൻ്റെ 2 കാലിലും സ്റ്റീലൊക്കെ ഫിറ്റ് ചെയ്യേണ്ടത്, കയ്യിലും ചെറിയ ഡാമേജസ് ഒക്കെ ഉണ്ടായി കാർ ആക്സിഡന്റ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ടൈപ്പിംഗ് സ്പീഡ് കുറഞ്ഞു. ബട്ട് ദെൻ ഐ ഫെൽറ്റ് ദാറ്റ് മൊബൈൽ യു ക്യാൻ ഹാവ് മോർ ടൈപ്പിംഗ് സ്പീഡ്. എന്താണെന്നറിയാം? ഒരു വിരൽ മതി മൊബൈൽ ടൈപ്പ് ചെയ്യാൻ. കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാൻ 10 വിരൽ വേണം. കമ്പ്യൂട്ടർ പലരും 2 വിരലോട്ടൊക്കെ ടൈപ്പ് ചെയ്ത് ഞാൻ കാണാറുണ്ട്. ബട്ട് കമ്പ്യൂട്ടർ സ്പീഡിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ASDF DF എന്ന് പറഞ്ഞുള്ള സ്പേസിങ് വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ 10 വിരൽ തന്നെ വേണം. 10 വിരലിന് യൂസ് ഉണ്ട് കീപാഡിൽ. 101 102 കീയുള്ള കൺസോളാണ് നമ്മൾ ഉപയോഗിക്കാറ്. അതിൽ 10 വിരലിനും അസൈൻഡ് പൊസിഷൻ. മൊബൈലിൽ അങ്ങനെ ഒരു പൊസിഷൻ ഇല്ല. കീപാഡ് നിങ്ങൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ മൊബൈൽ ഈസ് ഫാസ്റ്റർ. അതിന് ഒരുപാട് അഡ്വാൻറ്റേജ് മൊബൈലിനുണ്ട്. റിമെമ്പർ, ഈ മൊബൈൽ വന്നിട്ട് എത്ര കൊല്ലമായി? ക്യാമറ ഉള്ള മൊബൈൽ വന്ന് 2005 ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത് ക്യാമറ ഉള്ള മൊബൈൽ. ജസ്റ്റ് ഇമാജിൻ, 2005 ജനിച്ചവർ കുറെ പേരുണ്ടാവുന്നില്ല. 2005 2006 ജനിച്ചവരുണ്ടാവുന്നത്. 2005 2005 ഫസ്റ്റ് ക്യാമറ മൊബൈൽ ഇന്ത്യയിൽ വന്നത്. അത് നോക്കിയയുടെ ആയിരുന്നു. അന്ന് സം പീപ്പിൾ ഗിഫ്റ്റഡ് മീ എ മൊബൈൽ. ആദ്യമായിട്ട് വന്ന ക്യാമറ മൊബൈലാണ് സാർ എന്ന് പറഞ്ഞ് എനിക്കൊരു ഗിഫ്റ്റ് തന്നു. ഐ ഡിഡ്ന്റ് പർച്ചേസ് ഇറ്റ്. അത് പിന്നെ പർച്ചേസ് ചെയ്തൊക്കെ ക്യാമറ മൊബൈലായിരുന്നു ആക്ച്വലി. അതിനുമുമ്പ് അതില്ല. അതിനുമ്പ് ക്വർട്ട് മൊബൈലേ ഉള്ളൂ. ക്വർട്ട് അറിയാമല്ലോ, QWERTY ആക്കി ടൈപ്പ് ചെയ്യണം. ആ മൊബൈൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് അടുത്ത് വന്ന ഒരു ചേഞ്ചാണ്. ദിസ് ഹാസ് ഹാപ്പൻഡ് ഓൺലി ഇൻ ദി ലാസ്റ്റ് 20 years. അപ്പോൾ ഒരു ലോങ് സ്റ്റാൻഡിങ് ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ നമ്മളെ അഡിക്റ്റ് ചെയ്യുന്നത് എന്താ? സമയമായോ സുരേഷില്ലല്ലോ? ആയോ? കറക്റ്റ് റിമൈൻഡർ ആണ്. ഓക്കെ, ഞാൻ 5 മിനിറ്റ് കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യും. ഐ ഹാവ് സോ മെനി തിങ്സ് ടു ടെൽ യു. ഉപദേശമായിട്ട് കൂട്ടരുത് കേട്ടോ. ഇനി എപ്പോഴെങ്കിലും നമ്മൾ സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലോ ഗ്രൂപ്പിലോ ഒക്കെ വന്നാൽ ഗോ ഓൺ ടോക്കിംഗ്. അപ്പോൾ 2-3 കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞ് എനിക്ക് ഫോക്കസ് ചെയ്ത് പറയേണ്ടിരുന്ന ഒന്ന് മൊബൈൽ അഡിക്ഷനാണ്. അത് ഈ AI ഏജിന്റെ പ്രത്യേകതയാണ്. പക്ഷെ മൊബൈലിന്റെ യൂട്ടിലിറ്റി ഞാൻ പുറന്തള്ളുന്നില്ല. ഞാൻ ക്ലാസ്സിൽ തന്നെ മൊബൈൽ കുട്ടികളെ കൂടെ ഉപയോഗിക്കുന്ന ആളാണ് എന്ന് കരുതി whether you control mobile or whether mobile controls you എന്നുള്ളതാണ് വ്യത്യാസം. എന്റെ സജഷൻ, the mobile should be controlled by you. Your brain should be free from it.
ഒരു ദിവസം മൊബൈൽ നോക്കിയില്ലെങ്കിലും ഒരു ദിവസം ഫോൺ കളഞ്ഞു പോയാലും എനിക്ക് രസകരമായ അനുഭവം ഉണ്ടായി. കുറച്ചാൾ മുമ്പ് ഞാനൊരു കോളേജ് ഇൻസ്പെക്ഷന് വേണ്ടി പോയത്. അന്ന് ഞാൻ യൂണിവേഴ്സിറ്റി ഡീനായിരിക്കുന്ന സമയമാണ്. കോളേജ് ഇൻസ്പെക്ഷന് വേണ്ടി പോയപ്പോൾ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കുട്ടി ഓടി വന്നു, ആൺകുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, സാർ എൻ്റെ മൊബൈൽ പ്രിൻസിപ്പൽ പിടിച്ചു വെച്ചിരിക്കുക, എനിക്ക് തിരിച്ചു വേണം. ഞാൻ പറഞ്ഞു, മൊബൈൽ കോളേജിൽ ഉപയോഗിച്ചുകൂടാൻ നിയമമുണ്ട്, ഇപ്പോഴും ഉണ്ട് കേട്ടോ നിയമം. ഹൈക്കോടതി നിയമം, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നിയമം അനുസരിച്ച് മൊബൈൽ ക്ലാസ്സിൽ കൊണ്ടുവരാൻ പാടില്ല എന്നാണ്. എസ്പെഷ്യലി ക്യാമറ മൊബൈൽ കൊണ്ടുവരുന്നത് ക്രിമിനൽ കുറ്റമാണ്. പക്ഷെ നിങ്ങളുടെ ഒക്കെ പോക്കറ്റിൽ മൊബൈലുണ്ട്. വൈ? അതൊരു അൺഒഫീഷ്യൽ പെർമിഷനാണ്, അത്രേ ഉള്ളൂ. ഒഫീഷ്യലി ഇറ്റ്സ് നോട്ട് പെർമിറ്റഡ്. വീട്ടിലിരുന്ന് ഉപയോഗിക്കാൻ പെർമിഷൻ ഉള്ളൂ. പക്ഷെ നിങ്ങൾ പോക്കറ്റിലിട്ടോ ക്ലാസ്സിൽ എടുക്കരുത്. ടീച്ചേഴ്സ് ആരെങ്കിലും നിങ്ങളുടെ മൊബൈൽ ക്ലാസ്സിൽ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ദർ ഇസ് നോ റൈറ്റ് ഫോർ യു ടു ടേക്ക് ബാക്ക്. എന്താണെന്നറിയാമോ? കോളേജില് മൊബൈൽ ഉപയോഗിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ക്യാമറ മൊബൈൽ ഉപയോഗിക്കുന്നത്. ഈ അവെയർ ഓഫ് ഇറ്റ്. അങ്ങനെ ആരും പിടിച്ചൊന്നും വരില്ല, പക്ഷെ മിസ്യൂസ് ചെയ്താൽ അവർ പിടിച്ചു വരും. അപ്പൊ ഈ ഓടി വന്ന കുട്ടി വന്ന് പറഞ്ഞെന്താണെന്നറിയാമോ? എനിക്ക് മൊബൈൽ തിരിച്ചു കിട്ടണം സാർ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ മൊബൈൽ പിടിച്ചത്? അത് ഞാൻ എക്സാമിനേഷൻ ഹാളിൽ മൊബൈലുമായിട്ട് പോയി. അപ്പൊ എക്സാമിനേഷൻ മൊബൈലുമായിട്ട് പോയതെന്ന് അറിയില്ല. അറിയാം സാർ. പിന്നെ എന്തിനാ പോയത്? അത് ഞാൻ മറന്നു പോയതായിട്ട്. മറന്നാണോ സ്വയം കൊണ്ടുപോയതാണോ എന്ന് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അത് എക്സാമിനേഷൻ മൊബൈൽ പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു തരാൻ പ്രൊവിഷൻ ഇല്ല. പ്രിൻസിപ്പൽ വേണേൽ നിങ്ങളെ സസ്പെൻഡ് ചെയ്യോ ഡിസ്മിസ് ചെയ്യാം. ദാറ്റ്സ് എ റൂൾ. അപ്പൊ കുട്ടി എന്നോട് പറഞ്ഞെന്താണെന്നറിയാം? എന്നെ ഡിസ്മിസ് ചെയ്താലും കുഴപ്പമില്ല സാർ, എനിക്ക് എന്താ മൊബൈൽ വേണം. ഐ വാസ് ഷോക്ക്ഡ് ആക്ച്വലി. സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അയാളെ ഡിസ്മിസ് ചെയ്താലും കുഴപ്പമില്ല, അയാൾക്ക് മൊബൈൽ വേണം. സോ വി ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് മൊബൈൽ അഡിക്ഷൻ. അപ്പം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്, മൊബൈൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾ മൊബൈലിനെ കൺട്രോൾ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അക്കാഡമിക് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അക്കാഡമിക് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ തേർഡ് പോയിന്റ്, അതുകൂടെ പറഞ്ഞാൽ നിർത്തുകയാണ്. തേർഡ് പോയിന്റ്, വി ബിക്കം വാട്ട് വി ബിലീവ്. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതേ നമ്മൾ ആയിത്തീരുള്ളൂ. യു കനോട്ട് റീച്ച് ബിയോണ്ട് ദാറ്റ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് മുകളിലായിരിക്കും. There's an old saying in English, if you target the sky you can land at least on the tree top. അതായത് ആകാശത്തേക്ക് ലക്ഷ്യം വെച്ചാൽ മരത്തിന്റെ മുകളിലെങ്കിലും വരെ എത്താവുന്നു. അതുകൊണ്ട് എപ്പോഴും ഹൈ അച്ചീവേഴ്സിനുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അവർ ടാർഗറ്റ് ചെയ്യുന്നത് വളരെ മുകളിലായിരിക്കും. അവിടെ എത്തുമല്ലോ എന്നുള്ള സെക്കൻഡറി. പക്ഷേ നിങ്ങളിപ്പോ ഇവിടുന്ന് തങ്ങളപടി വരെ പോകുന്നുള്ളത് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കുറ്റിപ്പുറത്തെത്തുമില്ല. നിങ്ങൾ കുറ്റിപ്പുറം വരെ പോകുന്നുള്ളൂ പറഞ്ഞ് ഇറങ്ങിയാൽ ഒരിക്കലും കാലിക്കട്ടെത്തില്ല. അപ്പൊ നിങ്ങൾ ടാർഗറ്റ് വെക്കുന്നത് എപ്പോഴും നമുക്ക് റീച്ച് ചെയ്യാവുന്ന പരമാവധി വേണം. അവിടെ എത്തിയില്ല എന്നുള്ള ഡോണ്ട് വറി. എന്താ, എല്ലാവർക്കും അവിടെ എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പല രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. വാട്ട് എവർ ഹാപ്പൻസ്, ഹാവ് യുവർ കോമൺ സെൻസ് ആൻഡ് ഹാപ്പിനെസ്. നിങ്ങൾ പഠിക്കുന്നതും നിങ്ങൾ ജോലി കയറുന്നതും നിങ്ങൾ വർക്ക് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എയുടെ ഒരു ഏജിലുള്ള പ്രത്യേകത, ഡിസ്ട്രാക്ഷൻ എലിമെന്റ്സ് വളരെ കൂടുതലാണ്. നെറ്റിന്റെ കണക്ടിവിറ്റി വളരെ കൂടുതലാണ്. യു ആർ സീയിങ് ദ വേൾഡ്. ബോംബ് ഉണ്ടാക്കാൻ പഠിക്കുന്നതും കൊലപാതകം ചെയ്യാൻ പഠിക്കുന്നതും ഇപ്പൊ ഇന്റർനെറ്റിൽ നോക്കിയിട്ടാണ്. അതുകൊണ്ട് ഇൻഫർമേഷൻ ഈസ് ഫ്രീലി അവൈലബിൾ ടു അസ്. പക്ഷെ ഏത് ഇൻഫർമേഷനും വിസ്ഡം ചേർത്ത് കഴിഞ്ഞാൽ, ബുദ്ധി ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ അത് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പൊ ആ വിസ്ഡം ചേർക്കാതെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ സ്വീകരിക്കരുത്. അതുപോലെ മീഡിയയിൽ കാണുന്ന ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുത്. നിങ്ങൾ മീഡിയയിൽ ഒരുപാട് റീൽസും അതൊക്കെ അഭിനയങ്ങളാണ്. പലരുടെയും കുടുംബജീവിതം തന്നെ തകർന്നു പോകുന്ന ഇങ്ങനെയുള്ള ചില റീൽസും മറ്റൊക്കെ കണ്ടിട്ടാണ്. കാരണം അതൊക്കെ റിയൽ ആണെന്ന് ആളുകൾ വിചാരിക്കും. അതൊന്നും റിയൽ അല്ല. ഇത് ഓൾ ആക്ടിങ്. നിങ്ങളൊരു സിനിമ കാണുന്ന ലാഘവത്തില് അതെടുക്കാവും. അപ്പൊ സിനിമയില് ഒരു വില്ലൻ 20 പേരെ ഇടിച്ചു വീഴ്ത്തുന്നതൊക്കെ കാണാം. റിയൽ ലൈഫിൽ പറ്റുമോ? പറ്റില്ല, നടക്കില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അങ്ങനെ എടുക്കാവും. നിങ്ങൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒന്നിനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ബിലീവ് ഓൺലി വാട്ട് യു സീ, ബിലീവ് ഓൺലി വാട്ട് യു ഹിയർ. അപ്പൊ അത് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ ഡീപ് ഫേക്ക് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് ഉണ്ട്. ഡീപ് ഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലെ വെല്ലുന്ന ഒറിജിനാലിറ്റിയോടുകൂടി നിങ്ങൾക്ക് പലതും കാണിച്ചു തരാൻ പറ്റും. ഉദാഹരണം, നിങ്ങളൊരു കൊലപാതകം ചെയ്യുന്നതായിട്ട് വേണമെങ്കിൽ ഡീപ് ഫേക്കില് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡീപ് ഫേക്കിന് ഒന്നുകൂടെ മോഡിഫിക്കേഷൻ എന്താണ്? ഡീപ് ഫേക്കിൽ എന്തെങ്കിലും അനോമലി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, എന്നിട്ട് അത് കറക്റ്റ് ചെയ്യാം. ഇപ്പൊ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ഡീപ് ഫേക്ക് മെത്തേഡ് അവൈലബിൾ ആണ്. ഇപ്പൊ ഇതിലൊന്നും അൺവാണ്ടഡ് ആയിട്ട് അട്രാക്റ്റഡ് ആകരുത്. ആൻഡ് ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എൻ അഡ്വൈസ്. അഡ്വൈസ് ആയിട്ട് വിചാരിച്ചാൽ എന്ത് പറ്റും? ഇവിടെ പോകും. അഡ്വൈസ് അല്ല, ഇതൊരു ഇൻഫർമേഷൻ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗെറ്റ് ഇൻ യുവർ ബ്രെയിൻ. അത് കേട്ടിട്ടുണ്ടോ? അതോ പോയോ മറ്റേ ചെവികളെ? ഹൗ മെനി ഓഫ് യു got it in your brain? നമ്മുടെ ബ്രെയിൻ വളരെ ചെറിയ സാധനം, അതിനെ കുറിച്ച് പിന്നീട് എപ്പോഴും പറയാം. How many of you got this into your brain? കുറച്ച് പേർക്കുണ്ട്.
ഇത്രയും നേരം കേട്ടിരുന്നുകൊണ്ട് എന്തെങ്കിലും ചെറിയ ഉപയോഗം ഉണ്ടെന്ന് തോന്നി എത്ര പേരുണ്ടെന്ന് കൈവെക്കൂ. എന്തെങ്കിലും ചെറിയ ഉപയോഗം ഉണ്ടെന്ന് തോന്നിയത്? കുറെ പേരുണ്ടല്ലേ? വെരി ഗുഡ്. പകുതിക്ക് മേലെ ആളുകളുണ്ട്. സോ ഐ ആം ഹാപ്പി. സമയം വേസ്റ്റ് ആയില്ല. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പ്രൊഫസർ സുനീഷ് ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദ സെഷൻ.